ഖൗഫ്. തരീഖത്ത് കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾക്ക് നാലാമത്തെ ഹാലത്ത് ഖൗഫാണ്. അപ്പോൾ തസ്ബീഹ് പിടിച്ചിങ്ങനെ ഇങ്ങനെ ചൊല്ലിപ്പാടി കുറേ കിടക്കുന്ന കുറുകുറാക്കി സമൂസയും തോന്നുന്നു കട്ടൻ തണുപ്പുള്ള ചായയും കുടിച്ചിട്ട് പോയാലും തരീഖത്താവില്ല യഥാർത്ഥത്തിലാണെങ്കിൽ. പിന്നെ കോലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അതെന്തിൻ്റെയും കോലം ഉണ്ടാക്കാല്ല. പൊള്ളം മാറും പറ്റുന്ന ചോറും കളി ഉണ്ടാക്കുമല്ലോ. നമ്മുടെ ഷൈമെല്ലാം മംഗലം പരിപാടിയെല്ലാം ചട്ടക്കകത്ത് മണലെല്ലാം വരിട്ടിട്ട് നെയ്ച്ചോറുണ്ട്, ബിരിയാണിയുണ്ട്, എല്ലാ പേരുകളും ഉണ്ടല്ലോ. പിജാപ്പിള വരാൻ പോകുന്നുണ്ട്, അടിച്ചു വാരി വൃത്തിയാക്കണം. ചേട്ടൻ പിജാപ്പിള ആരാ കണ്ടിച്ചത്? അങ്ങനെയുള്ള പല തട്ടിപ്പുകളുണ്ട്. അപ്പം ഇത് പാടിയാൽ ഇതെന്താക്കിയാൽ നമുക്ക് ഓരോ മാതിരിയൊന്നും ആകാൻ കഴിയില്ല. പക്ഷെ നമുക്ക് നേരത്തെ നമ്മൾ വലിയ ആളായി എന്ന് വിചാരിച്ചത് കുറേ ഇറക്കി വെക്കാം, അത് ഉജിപ്പ് കളയാം. അതാ മെച്ചം. وفيها بعد المقدمة ستة فصول. ഒരു മുഖദ്ദിമ 6 ഫസൽ. ഒന്നാമത്തെ ഫസൽ എന്താ? ദലായിലുൽ കിതാബിൽ മുബീൻ അലാ ഫളിൽ ഖൗഫി വമദിഹിൽ ഖായിഫീൻ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ. എന്തിന്? ഖൗഫിൻ്റെ ഫളലെന്നയാണ്. അതുപോലെ ഖായിഫീങ്ങളെ അള്ളാഹു തആല മദ്ഹ് പറഞ്ഞിട്ടുണ്ടതും. അത്താനി രണ്ടാമത്തേത് ദലായിലു സുന്നത്തുൽ മുത്തഹറ, ഹദീസിൽ നിന്നുള്ള തെളിവുകൾ. നേരത്തെ പറഞ്ഞത് തന്നെ. 3 ഫി സിമാരിൽ ഖൗഫ്, ഖൗഫ് ഉണ്ടായാൽ എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുമെന്നാണ് മൂന്നാമത്തെ ഫസലിൽ പറയുന്നത്. നാലാമത്തേത് ഫിൽ ഖൗഫി വർ റജാ, ഖൗഫിൻ്റെ കൂടെ റജാവും കൂട്ടിച്ചേർക്കണം. തനിച്ച ഖൗഫും പറ്റൂല, തനിച്ച റജാവും പറ്റൂല. പിന്നെ 5 ഫിൽ ബുക്കായി മിൻ ഖശിയത്തില്ല, അള്ളാഹുവിൻ്റെ ഖശിയത്തിനാലുണ്ടാകുന്ന കരയലി. സാദിസേത ഫി മാന ഹവാലി സലഫ് സാലിഹീൻ, സലഫ് സാലിഹീങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ പറയും. ഇനി മുഖദ്ദിമ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأشهد أن لا إله إلا الله وحده لا شريك له الذي وصف عباده المتقين. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളായ ഇബാദിനെ വസ്ഫ് പറഞ്ഞിരിക്കുന്നു. അവിടെ ഫീ കിതാബിഹി ബിഖൗലിഹി തആല വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ അദാബിൽ പേടിച്ചുകൊണ്ടും അവർ നമ്മളോട് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇബാദത്തെടുക്കുന്നു എന്നും പറയാം. അവർ ഖാശിഈങ്ങളായിരുന്നു എന്ന് കുറേ അമ്പിയാക്കളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽ മുഖാതബു, തങ്ങളോട് അല്ലാഹു തആല ഖിതാബ് പറഞ്ഞു ബിഖൗലിഹി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് തങ്ങളോടാണ് പറഞ്ഞത്. തങ്ങളെന്താക്കണം? ഹംദോടുകൂടിയുള്ള തസ്ബീഹ് ചൊല്ലണം, സാജിദീങ്ങളിൽ തങ്ങൾ പെടണം. യഖീൻ വരുന്ന ശരി, യഖീൻ ശേഷം മുമ്പേ പറഞ്ഞു വെച്ചു. അത് മൗത്തിനെ ചട്ടി ഇബാറത്താണ് എന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കാരണം ലോകത്താർക്കും തർക്കമില്ലാത്തൊരു സംഗതിയാണ് എന്ത്? മരിക്കുമെന്നുള്ളത്. എല്ലാത്തിനും ഇഷ്കാലുണ്ടെങ്കിലോ മൗത്തിലാർക്കും ഇഷ്കാലുണ്ട്. അതുകൊണ്ട് സ്വന്തം പേരെന്നെന്താക്കി യഖീൻ എന്ന് ഇബാറത്തിട്ടു. അല്ലാണ്ട് ഇപ്പം കള്ളന്മാരെ പറയുമ്പോഴത്തെ യഖീൻ എന്നാലേ ഭാഗത്തെടുക്കണം, പിന്നൊന്നും വേണ്ട, കടന്നുറങ്ങിയാൽ മതി എന്നാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അന്നും കൂടി ശുഭഹിസ്കാരത്തിന് എങ്ങനെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. അത് യഖീൻ വരാത്തതുകൊണ്ടാണോ അന്ന് കുറിയത്? അത് തങ്ങളായതുകൊണ്ടാണ്. ഇതൊക്കെയോ പറയലെന്നെ ചഞ്ച കുഫിരിത്ത് പറയല്. പിന്നെന്താ? ലാഭം കിട്ടുമല്ലോ, കുറെ നിക്കരിക്കലും ലാഭം കിട്ടും. പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ബാക്കി നിൽക്കും. ആഴ്ചക്കെല്ലാം പോകും. നല്ല മദർക്കെന്നെ അയക്കാമെല്ലാം പറഞ്ഞു കൊടുക്കണം. സല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.
قال سيدنا الإمام ഐദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഹാലത്തു റാബിഅത്തു, അതായത് ആദ്യം തരീഖത്തിന്റെ ഉസൂല ഉണ്ടെന്ന്, അത് ഇൽമെണ്ണി, അമലെണ്ണി, ഇഖ്ലാസ് എണ്ണി, അങ്ങനെ പോയിട്ട് നാലാമത്തെ ആഴത്തി ഖശിയത്ത്. അൽ ഖൗഫു, നാലാമത്തെ ഹാലത്ത് ഖൗഫാകുന്നു എന്ന് പറഞ്ഞു. വഹുവ ലിദ്ദുൽ അമാൻ, അമാന് എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ നിർഭയമായി കഴിയലാണല്ലോ, അതിൻ്റെ ലിദ്ദാണ് ഖൗഫ്. വ ഹഖീഖത്തുഹു, ഈ ഖൗഫിന്റെ ഹഖീഖത്ത് എന്താന്ന്, ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടല ഒന്നെല്ലാം കാട്ടല. അതാ കമാ ഖാല ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലുമുൽ ഖൽബീന, ഖൽബിനുണ്ടാകുന്ന ഒരു വേദന അനുഭവിക്കല്. വഹതിറാഖുഹു, അത് ഒരു കരിയലി, മലപ്പുറം ഭാഷയിൽ നീറ്റൽ, മുളക് തേച്ചാൽ എന്താണത് കുറച്ച് കഴിഞ്ഞാൽ നീറ്റൽ. എന്തിനാണ്? ബി സബബി തവഖ്ഖുഇ മക്റൂഹിൻ ഫിൽ ഇസ്തിഖ്ബാൽ, ഭാവി കാലത്ത് അനിഷ്ടകരമായ കാര്യം വരുമെന്നുള്ള പ്രതീക്ഷയുള്ള കാരണത്തിന് വേണ്ടി. ഭാവി കാലത്ത് എന്താകും, എന്തോ അനിഷ്ടകരമായ സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാരണത്താൽ കൽബിനിങ് ഇപ്പം തന്നെ ഒരു നീറ്റൽ. അത് ഇവിടുന്ന് കിട്ടി. വഹുവ സമറത്തുൽ മഅരിഫത്തി ബില്ലാഹി തആല, അല്ലാഹു തആലാനെ കൊണ്ടുള്ള മഅരിഫത്തിന്റെ സമറത്താണ് ഈ ഖൗഫ്. വ അലാമത്തുഹ, മഅരിഫത്തിന്റെ അലാമത്തുമാണ്. ഖാല അല്ലാഹു തആല ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു തആല ഖശിയത്ത് വെക്കുന്നത് അൽ ഉലമാ മാത്രമാണെന്ന് അവിടെ പറഞ്ഞു വന്നത്. ഇന്നമാത്താല് അപ്പൊ ഖശിയത്ത് ഉലമായിൽ എന്തായി ഹസ്റാക്കി. വഅലം അന്ന ദലായിലൽ ഖൗഫി വ മദ്ഹൽ ഖായിഫീൻ, ഖൗഫിന്റെ തെളിവുകളും ഖായിഫീങ്ങളുടെ മദ്ഹും മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലെ കിതാബിൽ, അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ ഹദീസിൽ നിന്നും, വ കലാമി സലഫി സാലിഹീങ്ങളുടെ കലാമിൽ നിന്നും കസീറത്തുൻ, ധാരാളം പറയാനുണ്ട്. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നമ്മൾ തുടങ്ങുന്നു. ഫീ ബയാനിഹ വ തഫ്സീലിഹ. അൽ ഫസ്ലുൽ അവ്വലു ദലായിലുൽ കിതാബിൽ മുബീൻ അലാ ഫളിൽ ഖൗഫി വ മദ്ഹിൽ ഖായിഫീൻ. അതൊന്നും അർത്ഥം വെക്കണ്ടില്ല, ഓരോ ജുസിയത്തിന് അർത്ഥം വെച്ച പാഠം നീങ്ങാത്ത. قال الإمام الغزالي رحمه الله في كتابه الأربعين എന്ന കിതാബിൽ പറയുന്നു, ഖദ് ജമഅ അല്ലാഹു ലിൽ ഖായിഫീൻ, ഖൗഫുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അൽ ഹുദാ വർ റഹ്മത വൽ ഇൽമ വൽ റിദ്വാൻ, നാല് കാര്യം ഖൗഫ് കാരണത്താൽ. ഒന്ന് ഹുദ, രണ്ട് റഹ്മത്ത്, മൂന്ന് ഇൽമ്, നാല് റിദ്വാൻ. എവിടെയത്? വനാഹിക ബിഹദാലിക ഫദ്ല, ഈ നാല് കാര്യം കിട്ടിയാൽ ഫദ്ലാൻ അത് മതിയില്ലേ, ഇനിപ്പുറം തന്നെ പറയേണ്ടത്. فقال الله تعالى هدى ورحمة للذين هم لربهم يرهبون. ആറാഫ് സൂറത്തിലെ 154 ആയത്താണത്. ഹുദൻ വ റഹ്മ, അപ്പൊ രണ്ട് കാര്യം ആ ആയത്തിൽ പറഞ്ഞു. ആർക്ക്? ലില്ലദീന ഹും ലിറബ്ബിഹിം യർഹബൂൻ. വഖാല തആല റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവിടേതായി റിദ്വാനായി. ذلك لمن خشي ربه, അവർ അള്ളാഹിനെ തൊട്ടും പൊരുത്തപ്പെട്ടു, അല്ലാഹു തആല അവരെ തൊട്ടും പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അവർ റിദ്വാൻ കിട്ടി. ذلك لمن خشي ربه. നാലാമത്തെ വേണ്ടേ? റിദ്വാൻ അവിടെ കിട്ടി. എന്താ വേണ്ടേ? ഇൽമല്ലേ. അതാ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹു തആലാനെ ഖശീയത്ത് വെക്കുന്നത് അൽ ഉലമാ മാത്രമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇൽമുണ്ടെന്നുള്ള തെളിവായിട്ടാണ് പറഞ്ഞത്. ഞാനീ ഈ അല്ലുലമാ എന്ന് പറഞ്ഞാൽ മറ്റേ അത് ഇത് ചടുകൂട്ടം പഠിച്ചിട്ട് അത് മതേ കസറത്ത് പഠിച്ചുകൊണ്ട് ഇൽമാവില്ല. അൽ ഉലമാ ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ മഅലൂം അല്ലായിരിക്കണം. മതേ കസറത്തുണ്ടല്ലോ, അതിനായിപ്പോൾ കൂടുതൽ സീറ്റ്, അത്ത കൂട്ടർക്ക് വലിയ ശമ്പളമുണ്ട്. ഇതല്ലെന്താ പറയാ, കല്ലൊന്നും മനുഷ്യനല്ല, മനുഷ്യനൊന്നും കല്ലല്ല. സമ്മസനൂടെ ഒരേ സമയം മനുഷ്യന്മാരിൽപ്പെട്ട ആരും കല്ലില്ല.
എന്താ മാജാ കസറത്ത്. വഫിൽ ഹദീസി, ഹദീസിലുണ്ട് അഅലമുഹും ബില്ലാഹി അശദ്ദുഹും ലഹു ഖശിയത്തൻ. അള്ളാഹുവിനെ പറ്റി കൂടുതൽ ഇൽമുള്ള ആളുകൾ എന്താകും? അള്ളാഹിനെ പറ്റിയുള്ള ഖശിയത്തും ശക്തമായവരായിരിക്കും. അപ്പൊ ഇൽമനുസരിച്ചാണ് ഖശിയത്ത്. അപ്പൊ ഫൽ ആലിമു, അപ്പൊ അൽ ആലിമി എന്ന് പറയുന്നത് ആരാ? മൻ ഖാഫല്ലാഹ തആല, അള്ളാഹിനെ പേടിയില്ലാക്കാൻ എന്ത് പറയില്ലേ? അൽ ആലിമ്. അപ്പൊ വലം യഖ്ശ, പേടിയില്ലേ? ഫലൈസ ബിആലിമിൻ, അവൻ ആലിമല്ല, മുസ്ലിയാറായിരിക്കാം. വലില്ലാഹി ദർറുൽ ഖാഇൽ ഹൈസു യഖൂലു അലാ ഖദ്രി ഇൽമിൽ മർഇ യഅ്ലൂമു ഖൗഫുഹു ഫലാ ആലിമുൻ ഇല്ലാ മിനല്ലാഹി ഖായിഫു ഫആമീനു മക്രില്ലാഹി ബില്ലാഹി ജാഹിലു وخائف مكر الله بالله عارف. നമ്മളിനി വ്യക്തമാണ്. അലാ ഖദ്രി ഇൽമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇൽമിന്റെ കഥനനുസരിച്ച്. എന്തിന്റെ ഇൽമ്? മാലൂം എന്തായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൽമ പഠിച്ചാലും പറയാലോ ഇൽമ് എന്ന്. ചുണ്ണാമ്പൊക്കെ കലക്കി കുടിച്ചാൽ പറ്റുന്നോ എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമെന്നല്ല, അതുകൊണ്ടെന്നാലും പിടിച്ചാൽ അതിലുള്ള മാലൂം അള്ളാഹു ആയിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ തൻസീഹ്, അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത്, മുസ്തഹീലായ സിഫത്ത്, അവന്റെ ഇൽമ്, അവന്റെ ഇത്ലാഹ്, അവന്റെ അദാബ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വരണം. അതിനൊരു 4 പറഞ്ഞേ: ഇൽമും ഖുദ്റത്തും അദാബും റഹ്മത്തും. ആ ഖദ്റനുസരിച്ച് യഅ്ലമു ഖൗഫുഹു, അവന്റെ പേടിയും ശക്തി കൂടും. അപ്പൊ ഫല ആലിമിൻ, ശരിയായ ഒരു ആലിമിന് ഇല്ലാ മിനല്ലാഹി ഖായിഫി, അള്ളാഹിനെ പറ്റി പേടിക്കാത്ത ഒരാലിമും ഉണ്ടാവില്ല. അപ്പൊ ഫആമിനു മക്രില്ലാഹി, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയനായി കഴിയുന്നവൻ ജാഹിലും ബില്ലാഹ്, ബില്ലാഹി ജാഹില, ജാഹിലും ബില്ലാഹി, അള്ളാഹിനെ പറ്റി ജാഹിലാണ്. പക്ഷെ കോട്ടും പച്ചക്കോട്ട്, കറുത്ത കോട്ട്, ചുവന്ന കോട്ട്, പല ചെമ്പത്തിൻ്റെ കളറുള്ള കോട്ടുണ്ടാകും, പിങ്ക് കളറുള്ള കോട്ടുണ്ടാകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഖായിഫു മക്രില്ലാഹി, അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പേടിക്കുന്നതാണോ? ബില്ലാഹി ആരിഫൻ, ആരിഫും ബില്ലാഹ്. وقال بعض العارفين الخشية لا تأتي من جهة الكسب, ഇവന്റെ അധ്വാനത്തിന്റെ ഭാഗത്തിൽ കൂടി ഖശിയത്ത് വരൂല, അല്ല കൊടുക്കാൻ തന്നെ ഉടന്ന് പറയും. ബൽ മിനൽ ഫളി വൽ ഫൈദിൽ ഇലാഹി, അള്ളാഹുവിന്റെ ഫൈദുണ്ടല്ലോ, അതിൽ കൂടിയും അവന്റെ ഫളിൽ കൂടി മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നാണ്. വമതാ മുജിദത്തിൽ ഖശിയത്തു ഫിൽ ഖൽബി, ഖൽബിൽ ഖശിയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഫാള നൂറുഹാ, ആ ഖശിയത്തിന്റെ നൂറ് ഒഴുകും എവിടത്തേക്കാണ്? ലാഹിരി, ലാഹിറായ അംഗങ്ങളിലെല്ലാം ഒഴുകും. വൽ ഇൽമു ബില്ലാഹി മഖ്റൂനൻ ബിൽ ഖശിയ, അപ്പൊ അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവ് എന്നുള്ളത് ഖശിയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വകുല്ലു മൻ ലം തദ്ഹർ അലൈഹിൽ ഖശിയത്തു, ഒരാളിൽ ഖശിയത്ത് വെളിപ്പെടുന്നില്ല, എന്തിനും ചങ്കൂറ്റം, എന്തിനും ധൈര്യം. ഫലൈസ ഹുവ മിൻ ഉലമാഇൽ ആഖിറ, അവൻ ആഖിറത്തിന്റെ ഉലമായി പെട്ട ആളല്ലാന്ന് മനസ്സിലാക്കാം. അപ്പൊ ഫൽ ഖശിയത്തു ശർത്തുൻ ഫിൽ ഇൽമിൻ നാഫിഇ, നാഫിയായ ഇൽമിൽ ശർത്താണ് ഖശിയത്ത്. അത് ഹിക്മിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഇൽമു ഇദാ ഖാറനഹുൽ ഖശിയത്തു ഫഹുവ ലക വഇല്ലാ ഫഅലൈക എന്നാണ്. നിനക്ക് ഇൽമുണ്ട്, ഖശിയത്തുമായി യോജിച്ച് വന്നോ എന്നാ ഇൽമ് നിനക്ക് അനുകൂലമാണ്, വഇല്ലാ ഫഅലൈക, അല്ല നിനക്ക് എതിരാണ്. ഫൈദാ മുജിദൽ ഇൽമു വലം തൂജദിൽ ഖശിയത്തു, ഇൽമുണ്ട് പക്ഷെ ഖശിയത്ത് കാണുന്നില്ലേ? ഫലൈസ സാഹിബുഹു മിൻ അഹ്ലിൽ ഇൽമിൻ നാഫിഇ, നാഫിയായ ഇൽമിന്റെ ആളായിട്ടില്ല. പറഞ്ഞല്ലോ ഇൽമുണ്ട കൂട്ടും, അവർക്ക് നിന്നെ ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയാം. وقال تعالى ولمن خاف مقام ربه جنتان, റബ്ബിന്റെ മക്കാമ്, മക്കാമ് എന്ന് പറഞ്ഞാൽ മറമാടിയ കിടക്കുന്ന കബറെന്നല്ല. മന്നൊക്കെ മക്കാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനത്തിൽ പറയും മക്കാമ് ഇബ്രാഹിം അലിസ്ലാമിന്റെ കബറാന്നാണ്. പിന്നെ ഒരാൾ കെട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞായിക്കോട്ട് സമ്മതിച്ചേക്കാം, ഹജ്ജിനെ ഹരം കെട്ടി തർക്കിക്കാൻ പാടില്ലെന്നാണ്. സമ്മതിച്ചേക്കാം, വിട്ടെ. അപ്പൊ
അള്ളാന്റെ മുമ്പിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുമല്ലോ എന്നതാണ് പേടി. നിക്കലി അവർക്ക് 2 ജന്നത്തുണ്ടെന്ന് പറഞ്ഞു. കാല മുജാഹിദ് റഹ്മഹുല്ലാ ഫീ ഹാദിഹിൽ ആയത് ഇപ്പോഴത്തെ മുജാഹിദല്ലേ, അല്ല മുജാഹിദിന് തർലീത്തല്ലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേസാക്കിയൊക്കെ ഉണ്ടാകും. ഹുവല്ലദീ യഹുമ്മു ബിൽ മഅസിയ്യ, ആരാന്നറിയോ ഈ 2 സ്വർഗത്തിന്റെ ആള്? മഅസിയ്യത്ത് എൻ്റെ മനസ്സിൽ ഉദിച്ച് ഒരു തോന്നല്. ഫയദ്കുറുല്ലാഹ തആല, അപ്പം അല്ലാഹുവിന്റെ ഓർമ്മ വന്നിട്ട് ഫയദഉഹാ, ആ മഅസിയ്യത്തിനെ ഒഴിവാക്കി, ഖൗഫൻ വഹയാഅൻ മിനല്ലാഹി തആല, അല്ലാഹുവിനെ പറ്റി പേടിച്ചിട്ടും ഹയാ കൊണ്ടും ഒഴിവാക്കി. അതാണ് ഇത് വലിമൻ ഖാഫ എന്ന് പറഞ്ഞ 2 സ്വർഗത്തിന്റെ ഉടമ. ഏത് 2 സ്വർഗം എന്ന് പറഞ്ഞു? റവിയ അന്ന ശാബൻ തഖിയൻ ആബിദൻ മുലാസിമൻ ലിൽ മസ്ജിദി ഫീ സമനി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഷാബുണ്ട്, നല്ല തഖ്വയുള്ളവരാണ്, ആബിദാണ്, പള്ളിയിൽ എപ്പോഴും നാസിമാക്കുന്ന ആളുമാണ്. അഹബ്ബത്തു ഇംറഅത്തുൻ, ഒരു പെണ്ണുങ്ങൾ അയാളെ സ്നേഹിച്ച്, ഫദഅതു ഇലാ നഫ്സിഹ, അവളെ കൊണ്ടെന്താക്കി ഇയാളെ വിളിച്ച്, ഹത്ത ഇഖ്തനാ ബിഹ, അങ്ങനെ ഖാലിയായി. സുമ്മ ദക്കറ വഖൂഫഹു ബൈന യദൈ റബ്ബിഹി, റബ്ബിന്റെ മുമ്പിൽ നിൽക്കണ്ടേ എന്ന് അയാൾ ഓർത്തിട്ട് ഫഖറ മഗ്ശിയൻ അലൈഹി, ബോധമില്ലാതെ വീണുപോയി. ഫഅഖറജതുഹു, പെണ്ണെന്താക്കി ഇവരെടുത്തിട്ട് പുറത്തിട്ടു. വാൽഖത്തു അലാ ബാബിഹ, ഫജാഅ അബൂഹു, ഉപ്പ വന്ന് ഈ വ്യക്തിന്റെ, വഹമലഹു ഇലാ ബൈതി, പൊരയിലേക്ക് എടുത്തുകൊണ്ടുപോയി. നോക്കുമ്പോൾ എന്താണ്? ഫസ്ഫറ, ശരീരം മുഴുവനും മഞ്ഞക്കളറായിട്ടുണ്ട്, വറുത്തഅദ, ഇങ്ങനെ ബറക്കുന്നുണ്ട്. ഹത്താ മാത, അങ്ങനെ ആ യുവാവ് മരിച്ചു. ഫജുഹിസ വദുഫിന, അല്ല കഴിച്ചിട്ട് മറമാടി. ഫവഖഫ ഉമർ റളിയല്ലാഹു അൻഹു അലാ ശഫീരി ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ കരക്കെന്താക്കി ഉമർ റളിയല്ലാഹു അൻഹു നിന്നിട്ട് വഖറഅ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 2 സ്വർഗമുണ്ട് എന്ന് അതിന്റെ സാധ്യത കിട്ടുമല്ലോ. ഫനൂദിയ മിൻ ഖബ്രിഹി, അതാ ഖബറിൽ നിന്ന് വിളിക്കപ്പെടുന്നു, ഇന്നല്ലാഹ ഖദ് അതാനിഹിമ, 2 സ്വർഗവും എനിക്ക് തന്നിട്ടുണ്ട്. യാ ഉമറു, ഉമറേ, വായത്താനിൽ റിളാ, അള്ളാഹിന്റെ റിളുവാനും എനിക്ക് നൽകിയിട്ടുണ്ട്. ഫൗക റിളാ, റിളുവാനിന്റെ അപ്പുറത്തുള്ള നൽകിയിട്ടുണ്ട്. ذكر الشيخ ابن حجر رضي الله عنه في مقدمة كتابه الزواجر, അത് ഹൈതമി ഇബ്നു ഹജർ തങ്ങളുടെ കിതാബാണ്. അതിൽ നിന്നാണല്ലോ ഇർഷാദ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഇർഷാദ് ഉണ്ടാക്കിയ അഹമ്മദ് സൈനുദ്ദീൻ. ഇനി ഹിക്കായത്തുൻ നുഖറ, മറ്റൊരു ഹിക്കായത്ത് പറയാം. കാന ഹാറൂനുർ റഷീദു, ഹാറൂൻ റഷീദ് രാജാവല്ലേ, ഖദ് ഹലഫ അന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ ആളാണെന്ന് മൂപ്പർ സത്യം ചെയ്തു. സയ്യിദ് ആണോ? അത് ഉമവിയല്ലത് ഉണ്ടോ? ഫസ്തഫ്തൽ ഉലമാ, അങ്ങനെ ഉലമാക്കളോട് ഫത്വ തേടി. എന്താണ്? ഞാൻ സ്വർഗത്തിന്റെ ആളാണോ, ഞാൻ ഇങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട്. ഫലം യുഫ്തിഹി അഹദുൻ അന്നഹു മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിൽപ്പെട്ടവരാണെന്ന് ആരും പുറത്തു കൊടുത്തില്ല. ഫഖീല ലഹു, പിന്നെ പറയപ്പെട്ട് സൽ അൻഹു ഇബ്നു സമ്മാക്കിനോട് ചോദിക്കാം. ഫസ്തഹലറഹു, അങ്ങനെ ഇബ്നു സമ്മാക്കിനെ അവിടെ വരുത്തിച്ചിട്ട് വസഅലഹു, ചോദിച്ചു. ഫഖാല ലഹു, അബു ഇബ്നു സമ്മാക്ക് ചോദിക്കുന്നു, ഹൽ ഖദറ അമീറുൽ മുഅ്മിനീൻ അലാ മഅസിയത്തിൻ, അമീറുൽ മുഅ്മിനീനായവരെ നിങ്ങൾ ഒരു മഅസിയത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടിട്ടുണ്ടോ? എന്നിട്ടോ ഫതറകഹ ഖൗഫൻ മിനല്ലാഹി തആല, അല്ലാഹനെ പേടിച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നാ ചോദ്യം. ഖാല നഅം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാന ലി ബഅദിൻ നാസ്, അതിന്റെ സംഭവം പറഞ്ഞു. കാന ലി ബഅദിൻ നാസ് ജാരിയത്തുൻ, ചിലക്കൊരു ജാരിയത്തുണ്ടായിരുന്നു. ഫഹവൈതുഹ, ഞാൻ അവളെ സ്നേഹിച്ച്. വാന ഇദാക ശാബൻ, ഞാനന്ന് ചെറുപ്പക്കാരനാണ്. സുമ്മ ഇന്നി ലഫിർതു ബിഹാ മറത്തൻ, അങ്ങനെ ഒരു ദിവസം അവളെ കൈക്ക് കിട്ടി. വാശം തലർത്തിക്കാബിൽ ഫാഹിഷത്ത് ചെയ്യാൻ വേണ്ടി തരി. സുമ്മ ഇന്നി ഫക്കർതു ഫിന്നാരി വഹൗലിഹാ, പിന്നെന്തായി? നരകത്തിനെ പറ്റിയും അതിൻ്റെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും
ഞാൻ ഓർത്ത് വാന്നസിനാമിനൽ കബായിൽപ്പെട്ടതാണ് ഫാഷ്ഫഖ്തു മിൻ ദാലിക, അങ്ങനെ ഞാൻ പേടിച്ചു. വഖഫഫ്തു അനിൽ ജാരിയ, ജാരിയത്തിനകത്തോട്ട് ഞാൻ ഒന്നാക്കി ഒഴിഞ്ഞു മാറി. മഖാഫത്തൻ മിനല്ലാഹി തആല, അല്ലാഹു തആലനെ പേടിച്ചിട്ട്. ഇതാണ് സംഭവം പറഞ്ഞെടുത്തത്. ഒരു മാസീത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അള്ളാഹിനെ പേടിച്ച് ഒഴിവാക്കി. ഖാല ഇബ്നു സമ്മാക്ക് പറഞ്ഞു, ഖാലല്ലാഹു തആല വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. റബ്ബിൻ്റെ മഖാമിനെ പേടിക്കുകയും നഫ്സിനെ തടിഹവാനത്തൊട്ട് തടയുകയും ഒരാൾ ചെയ്താൽ സ്വർഗമാണ് അവൻ്റെ മഅവ. അപ്പം നിങ്ങൾ സ്വർഗത്തിൻ്റെ ആളായി. ഫസുറ ഹാറൂന ബിദാലിക, ഇത് കേട്ടപ്പോൾ ഹാറൂൻ റസൂൽ വലിയ സന്തോഷമായി. ഇത് ദക്കറഹുൽ ഇമാമുൽ യാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മിർആത്തുൽ ജനാൻ എന്ന് പറഞ്ഞ യാഫി ഇമാമിൻ്റെ അനേക കിതാബിൽപ്പെട്ട ഒരു കിതാബാണ് മിർആത്തുൽ ജനാൻ, അല്ലേ? അപ്പം യാഫി ഇമാം പറയുന്നത് വമ്മാമൻ ഖാഫ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രം പേടിച്ചാൽ എന്നാണോ ജീവിതകാലം ഉദ്ദേശിച്ചും പേടിച്ചാൽ എന്നാണ്. അതുകൊണ്ട് ഇത് ഈ കിസ്തങ്ങൾ വിട്ടുകൊടുത്താൻ പറ്റൂല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഖൗഫുണ്ടായി ചോദിഞ്ഞുകൊണ്ട് ഇത് അർഹരാവൂല. അപ്പം രാജാവിനടുക്കൽ മറുപടിയായി, മറുപടി കൊണ്ട് തോപ്പിക്കുകയും ചെയ്യല്ല. ഭാരത്തിൽ തെളിവുണ്ടോ? ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഒരു സൂറത്തന്നെ അതാടാ. മൗലൂദ് തെളിവുണ്ടോ? വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ഉണ്ടോ? സുമ്മക്കാല യാഫി ഇമാം പറയുന്നു, വഹാദൽ ഇസ്തിദ്ലാലു, ഇബ്നു സമ്മാക്ക് ഹാറൂൻ റഷീദ് സ്വർഗത്തിന്റെ ആളാൻ തെളിവ് പിടിച്ചില്ലേ ഈ സംഭവം വെച്ചിട്ട്? അനുസരിക്കുന്നുണ്ടാ? അങ്ങനെ കിട്ടിയ ബൈജ അവ മുത്തലിബിയായ സയ്യിദ് അബ്ബാസങ്ങളിലേക്കാ പോകുന്നു. അവ മറ്റേ അലിയാർദങ്ങളിലേക്ക് വന്നെങ്കിലല്ലേ ഷരീഫാവുള്ളു. അത് അഹ്ലുബൈത്തിലെ ഫളായിലുണ്ട്. പക്ഷെ രണ്ടെണ്ണത്തിൽ നിന്ന് കൂടുതൽ ഫളായിലായിരിക്കും ഫാത്തിമ ബേബി ഉമ്മയും അലിയാർദങ്ങൾ ഉപ്പയുമായി സമാപിക്കുന്നതാണെങ്കിൽ ഷറഫാകായി. ഇതാണ് വാദൽ ഇസ്തിദ്ലാലു. ഈ ഇബ്നു സമ്മാക്ക് തെളിവ് പിടിച്ചില്ലേ? ഫീഹി മാ ഫീഹി, അതിൽ കുറച്ച് നമുക്ക് ഇസ്കാലുണ്ട്, തെളിയിച്ചില്ല. ഫീഹി മാ ഫീഹി എന്തുകൊണ്ട്? ഫഇന്നൽ ളാഹിറ അന്നൽ മുറാദ ബിദാലിക, ഇത് വലിമൻ ഖാഫ വമ്മാമൻ ഖാഫ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഖൗഫ് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്നും അതാണ് ളാഹിറുള്ളത്. ഇസ്തിംറാറുൽ ഖൗഫി മിനല്ലാഹി തആല, അല്ലാഹു തആലാനെ തൊട്ടുള്ള ഖൗഫ് ജീവിതത്തിൽ മൊത്തത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ളാഹിർ. അതിടത്തേക്ക് നോക്കിയിട്ട് വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, രണ്ടെന്താ പറഞ്ഞ വനഹൻ നഫ്സ അനിൽ ഹവാ എന്നല്ലേ? അപ്പൊ വൻനഹിയു ലിന്നഫ്സി അനിർത്തികാബിൽ കബായിരി ഇലൽ മൗത്ത്, കബായിർ ചെയ്യലിനെ തൊട്ട് നഫ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് മൗത്ത് വരെ നീണ്ടു നിൽക്കണം. അത് ആയത്തിന്റെ രണ്ടാമത്തെ ശിക്ക് ഓടിയില്ലപ്പ. വനഹൻ നഫ്സ അനിൽ ഹവാ എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഇത് സംഭവിച്ച് സുമ്മ അഖബഹുൽ വഖൂഫിൽ കബായിർ, പിന്നെ കുറച്ച് മറ്റൊരു കബായിലേക്ക് അകപ്പെടൽ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഖൗഫ് ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പുറം പറയുന്നത്. വലഖിയല്ലാഹ ആസിയൻ, ആസിയായിക്കൊണ്ടെന്നാണ് കണ്ടുമുട്ടുകയും ചെയ്താൽ ഫഹു ഖാതറുൽ മശീഅ, മശീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷാഅ അദബഹു വ ഇൻഷാഅ അഫഅ അൻഹു. ഒന്നുകിൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കും അല്ലെങ്കിൽ മാപ്പ് കൊടുക്കും. അതിലാണ് എപ്പം മഅൽ മൗതൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുകളിലാണ് മൗത്തായതെങ്കിൽ കേട്ടാ. ഇനി ഫഇല്ലം നിമുത്തൽ ഇസ്ലാമി വല്ലജാതുമില്ല, ഇസ്ലാമിലല്ലാതെ മരിച്ചുപോയാൽ അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫഹുവ മിൻ അഹ്ലിൻ നാരി ഖത്അൻ, നരകത്തിന്റെ ആളാണ്, അത് സംശയിക്കണ്ട. വഅലൈഹി യുഹമ്മലു, അതുമലാണ് ചുമത്തപ്പെടേണ്ടത്. അവ്വലുൽ ആയത്തി, ആയത്തിന്റെ തുടക്കം ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും ചുമത്തണം. നസ്അലുല്ലാഹ തആല തൗഫീഖ വൽ ഗുഫ്റാന വനഊദു ബില്ലാഹി മിനൽ സൈഖി വൽ ഖിദ്ലാൻ. ഫായിദത്തുൻ, ഇവിടെ ജന്നത്താനി എന്ന് പറഞ്ഞാൽ ഏതായി രണ്ട് സ്വർഗം?
ഖാല ബഅദുഹും ഫിൽ ആയത്തിൽ മദ്കൂറത്തി, മുമ്പ് പറഞ്ഞ ആയത്തിൽ ജന്നത്താനി എന്ന് പറഞ്ഞ ആയത്തിൽ അൽ ജന്നത്തുൽ ഊലാ ഫിദ് ദുനിയാ, ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമുണ്ട്. അതേതാ? വഹിയ നഈമു വത്തലദ്ദുദു ബിൽ അമാലി സ്വാലിഹ, സാലിഹായ അമല് കൊണ്ട് ഓനിക്ക് വല്ലാത്ത രസവും അതുകൊണ്ട് സുഖിക്കലും തന്നെ. എത്ര ചെയ്താലും പിടിച്ചപ്പാടില്ല, എത്ര നിൽക്കില്ലാലും മടിയില്ല, എത്ര നിൽക്കിച്ചാലും എത്ര ഓതിയാലും അതിന് വല്ലാത്തൊരു രസം, അതൊരു സ്വർഗ്ഗമാണ്. വഅദമു തഖ്ദീരി ശൈത്വാനി ഹാലഹു ഫീഹ, ഈ ത്വാഅത്തിന്റെ വിഷയത്തിൽ എന്തുണ്ട്? ശൈത്താൻ ഓന കലക്കുക, അതുണ്ടാവില്ല, അതൊരു സ്വർഗ്ഗം. പിന്നെ പോയാൽ കിട്ടുന്ന സ്വർഗ്ഗം അത് പറഞ്ഞു. ومن كلام سيدنا الإمام عبد الله بن محسن النطاس رضي الله عنه وأهل الجنة جنتهم معهم. സ്വർഗത്തിന്റെ അഹലുകാർ ഓരോ സ്വർഗം ഓരൊപ്പം തന്നെ ഉണ്ട്. വഹും ഫി ദുനിയ, അവർ ദുനിയാവിലാണ് കാര്യം, സ്വർഗമൊക്കെ കൊണ്ടുപോയത്. അതങ്ങനെ വയഖ്റുജൂന മിൻഹാ, സ്വർഗത്തോടുകൂടി അവർ പുറത്തു പോകുന്നു. മഅഹും, കേടാ, ഇദാ മാതു, മരിക്കുമ്പോൾ സ്വർഗം കൊണ്ട് തന്നെയാ പോകുന്നത്. ഫഅഹ്ലുൽ ഖൈരി, അപ്പൊ ഖൈറിന്റെ അഹലുകാർ ഫീ ജന്നത്തി മഅനവിയ്യ, നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തൊരു സ്വർഗത്തിലുണ്ട്. കേടാ, വഹാദിഹിൽ ജന്നത്തുൽ മഅനവിയ്യത്തു, ഈ കണ്ണുകൊണ്ട് കാണാത്ത മഅനവിയായ സ്വർഗം എന്നുള്ളത് റൂഹുൽ ജന്നത്തിൽ ഹിസ്സിയ്യ, ഹിസ്സിയ്യായ മറ്റേ സ്വർഗമില്ലേ അതിന്റെ കാതലത്. അവിടെ വെള്ളം കുടിക്കലും മറ്റേ അതുകൾ കടമ്പ കടക്കലൊന്നും അല്ല, അത് ഹിസ്സിയാണ്. ഒരു ളുമാനും മിനല്ലാഹി അക്ബർ എന്ന് പറഞ്ഞ ഒന്നതിൻ്റെ ഉള്ളിലൊരു കാതൽ, ആ കാതൽ ഇവിടുന്ന് ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാ ഏത് ഹിസ്സിയായ സ്വർഗം? അല്ലത്തി അഅദ്ദല്ലാഹു ലഹും ഫി ദാരിൽ ആഖിറ, പരലോകത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഫഇദാ ദഖലൂഹാ, ആ സ്വർഗത്തിൽ അവർ കടന്നാൽ ഇൻതഅശത് ബിഹിം വർതഅശത്, ആ റൂഹുണ്ടല്ലോ, ആ റൂഹുൽ ജന്നത്തി എന്ന് പറഞ്ഞ തടിയിലുള്ള റൂഹല്ല, അതെന്താകുന്നു പറഞ്ഞാൽ അത് വികസിക്കും, അതിങ്ങനെ വളർന്നു വരും. അതുകൊണ്ട് ലിഅന്നഹും റൂഹുഹാ വഹയാത്തുഹ, ഇവർ അതിൻ്റെ ഹയാത്തു റൂഹാൻ അവരാണ്. വഹാകദാ അഹ്ലുന്നാർ, അത് നരകത്തിൻ്റെ ഫലം പറ്റി ഇതേമാതിരി നേരെ ഓപ്പോസിറ്റായിട്ട് പറയാം. ഇങ്ങനെ വഹുമുൽ കുഫാറു വൽ മുനാഫിഖൂന നാറുഹും മഅഹും ഫി ദുനിയ, അവരെ നാറ് ദുനിയാവിൽ ഓരൊപ്പമുണ്ട്. വയഖ്റുജൂന മിൻഹാ മഅഹും ഇദാ മാതു, മരിക്കുമ്പോൾ നരകം ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഫഹും ഫി ദുനിയ ഫി നാരിൻ മഅനവിയ്യ, മഅനവിയ്യ നാറിലാണ് ദുനിയാവിൽ. വഹിയ റൂഹുൻ നാരിൽ ഹിസ്സിയ്യത്തിൽ മുഅദ്ദത്തി ലഹും ഫി ദാരിൽ ആഖിറ, പരലോകത്തെ തയ്യാറാക്കിയ ആ നാറുണ്ടല്ലോ, ആ നാറിൻ്റെ ഉള്ളിലുള്ള കാതൽ ഏതാണ്? ഇവർ അനുഭവിക്കുന്ന മാനവീയ നാറാണ്. ലഹും, അതാ ഫൈദാ ദഖലൂഹാ, അതിലവർ കടന്നു കഴിഞ്ഞാലോ ഇസ്തബത്ത് വൽതഹബത്ത്, ഇസ്തബത്ത് എന്ന് പറഞ്ഞാൽ തീ ആളിക്കത്തുക, വൽതഹബത്ത് അതന്നെ, ഫഹിയ ഖാമിദത്തുൻ, അത് ഇങ്ങനെ അടങ്ങിക്കിടക്കുകയായിരുന്നു. ഇലാ ദഖലു, ഇലാ അൻ ദഖലു, കടക്കുന്നത് വരെയുന്നുണ്ട്, അത് ആളിക്കത്തിയിട്ടില്ല. അവർ ഇവരെ കൊണ്ട് തന്നെ ചൂട് കൂടുന്നുണ്ട്. ആ ഹിസ്സിയായ നരകത്തിന്റെ റൂഹ് ഇവരാൻ ഇന്ധനം വന്നു കഴിഞ്ഞാൽ ആളിക്കത്തും. അപ്പൊ ദുന്യാവിലുള്ള ഇക്കൂട്ടർ തന്നെയാണ് അഹ്ലുൽ ജന്നത്ത് ഒന്നാമത് പറഞ്ഞു, അഹ്ലുൻ നാർ രണ്ടാമതും പറഞ്ഞു. മാ അഹദുൻ ഗൈറു, അങ്ങനെ മൂന്നാമത്തൊരു കൂട്ടർ വരാനില്ല. ഫൽ ആമിലൂന ബിഅമലി അഹ്ലിൽ ജന്നതി ഹും അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ അമാലുകളെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അവർ അഹ്ലുൽ ജന്നയായി. വൽ ആമിലൂന ബിഅമലി അഹ്ലിൻ നാരി ഹും അഹ്ലുൻ നാർ ഫി മജ്മൂഇ കലാമി. അതാണ് തീർന്നു. അയാൾ ബർസഖിലുണ്ട്, ഖബറിൽ നിന്ന് ആഖിറത്തിന്റെ തുടക്കം കുറിച്ചല്ലോ. മരിക്കലോടുകൂടി ആഖിറത്തിലേക്ക് തുടക്കം കുറിച്ചില്ലേ. അവല മനാസിലിന്റെ ആഖിറന്നല്ലേ ഖബർ. അൽ ഫസ്ലു സാനി ദലായില സുന്നത്തിൽ മുതഹറത്തി അലാ ഫദ്ലിൽ ഖൗഫി മദിഹിൽ ഖായിഫി. ഇനി ഹദീസിന്റെ തെളിവുകളാണ്.
والأحاديث المروية في هذا الباب كثيرة. ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. فمنها قول النبي صلى الله عليه وسلم ثلاث منجيات. മൂന്ന് കാര്യം അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സാധനമാണ് എന്ന് പറഞ്ഞു. അന്നെന്താ? അൽ അദ്ലു ഫിൽ ഗളബി വൽജിലാ. ഒന്നിനോട് ദേഷ്യം വന്നാലും പൊരുത്തമുണ്ടായാലും നീതി. ചിലപ്പോൾ എന്താകും? നീതി വിട്ട് കളിക്കും. അതവ് വന്നാൽ നീതിയെല്ലാം പോയി. അല്ല ചിലപ്പോൾ റിള വന്നാലും നീതിയെല്ലാം പോയി. അത് പറ്റൂല. അല്ല ദലാഖിൽ ബൽ അദ്ല ഫിൽ ഗളബി വൽജിലാ വതസ്ലീമ യജ്രിമ യജ്രി ബിഹിൽ ഖദാ വൽഇസ്തിസാത ഫിൽ ഫഖ്രി വൽ ഗിന വതവാദു അദല്ലുടെ നിക്കതാണ്. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന. ഫഖർ വന്നാലും ഗിന വന്നാലും മിതമായ ചിലവാക്കൽ. എനിക്ക് ഗിനയുണ്ട് എന്നിട്ട് കോരി വാരി ദൂർത്തടിച്ചിട്ട് ചിലവാക്കലല്ല. ഫഖറുണ്ടെന്നിട്ട് എന്താ പിശുക്ക് കാട്ടലുമല്ല. എല്ലാം മിതം. വഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിൻ്റെ ഖശിയത്ത്. അതാണ് നമ്മളെ ബാബിൻ്റെ വിഷയം. ജുസ്ഉം മിൻ ഹദീസിൻ തഖദ്ദമ തഖ്രീജുഹു മുഫസ്സലൻ. ഇതിൻ്റെ വിശാലമായ വിശദീകരണം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സബക് 345 പേജിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഹദീസ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ ഖൗലി യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് തങ്ങൾ ധാരാളമായി ചൊല്ലും. കൽബുകളെ മറിച്ചു കളയുന്ന പടച്ചോനെ നിന്റെ ദീനിന്മേൽ കൽബുറപ്പിക്കണേ എന്നല്ലേ പറഞ്ഞു വന്നത്. അപ്പം ആ കൽബ് ഇളകിപ്പോകുന്ന പേടിയുണ്ടോന്നാ? അതൊരു ഖൗഫാന്നല്ലോ. അത് ഖാലു അസ്ഹാബിമാർ ചോദിച്ചു റളിയല്ലാഹു അൻഹു തഖാഫു യാ റസൂലല്ലാഹ്, തങ്ങളും പേടിക്കുകയാണോ? ഖാല വമാ യുഅ്മിനുനി, എന്നെ പേടിപ്പിക്കാണ്ടാക്കുന്ന സാധനം എന്താ ഉള്ളത്? എനിക്ക് പേടി ഇല്ലാണ്ടാക്കാൻ എന്താന്ന്? വൽ ഖൽബു ബൈന ഉസ്ബുഐനി മിൻ അസാബിഇർ റഹ്മാൻ. റഹ്മാനായ അള്ളാഹുവിൻ്റെ വിരലുകളുടെ ഇടയിൽപ്പെട്ടതാണ് കൽബ് എന്ന് വെച്ചാൽ. അള്ളാഹ് രണ്ട് വിരലൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു. വിരലിൻ്റെ അടുക്കൽ സാധനം വെച്ചാൽ ഇങ്ങനെ ആടിക്കളിക്കുള്ളൂ. ഒരേ ഷേപ്പ് നിൽക്കൂല. ഒരിക്കൽ ഇങ്ങോട്ട് ചെഞ്ഞിട്ട് ഒരിക്കൽ ഇങ്ങോട്ട് ചെന്നിട്ടാം. അവൻ വിരലിൻ്റെ ഇടയിൽ ഒരു സാധനം വെച്ചാൽ എന്താണോ ആ സാധനത്തിൻ്റെ കൈഫിയത്ത്, അതുപോലെയാണ് കൽബിൻ്റെ ഹാല് എന്നാണ്. യുഖല്ലിബുഹു കൈഫ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെ തന്നെ മറിക്കും. അഖ്റജഹു അഹ്മദ് മിൻ ഹദീസ് സയ്യിദത്തി ആയിഷ. വഫീ ലഫ്ളിൻ ഇൻ ശാഅ അൻ യുഖീമഹു അഖാമഹു. അത് നേരെയാക്കാൻ അല്ല വേണ്ടത് വെച്ചെങ്കിൽ നേരെയാക്കും. വൈൻഷാ അൻ യുസീഖഹു അസാഖഹു. അഖ്റജഹു അഹ്മദ് അയ്ളൻ. നബ്ബാസ് ഇബ്നു സംആൻ തങ്ങളുടെ ഹദീസാണ്. അതിൻ്റെ വിശദീകരണമായിട്ട് വന്നു. وعن عائشة رضي الله عنها أنها ذكرت النار فبكت. ആയിഷ ബീബി നരകത്തിനെ പറ്റി സംസാരിച്ചിട്ട് കരഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീകി, ആയിഷ നിന്നെ കരയിച്ചതെന്തേ? ഖാലത്ത് ദക്കറത്തുന്നാറ ഫബകൈതു, നരകത്തിനെ പറ്റി ഓർത്തിട്ട് ഞാൻ കരഞ്ഞതാണ്. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അതാ ഖിയാമത്ത് നാളിൽ അഹ്ലുകാരെ കുറിച്ച് ഓർമ്മയുണ്ടാകുമോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് ചേർത്താൽ ആയിഷ ബീബി അഹ്ലായല്ലോ, അന്നേരം ഓർമ്മ ഉണ്ടാവും. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഫീ സലാസത്തി മവാത്തിന, 3 രംഗത്ത് ഫലാ യദ്കുറു അഹദുൻ അഹദാ, ആരും ആരെ ഓർമ്മിക്കാനുള്ള സമയമല്ല. എപ്പോഴാണ്? ഇൻബൽ മീസാൻ, ഒന്ന് മീസാനിൻ്റെ അടുക്കലാണ്. ഹത്താ യഅലമ യഖിഫ് മീസാനുഹു അം യസ്തുലു, എൻ്റെ മീസാനിന് എൻ്റെ തുലാസിൽ വെച്ച സാധനത്തിന് കനം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് റിസൾട്ട് കിട്ടുന്നത് വരെയും ആർക്കും ആരെപ്പറ്റിയും ഓർമ്മയില്ല. 2 വൈന്ദ തതായുരി സുഹഫി, സുഹഫ് വിതരണം ചെയ്യപ്പെടുന്ന അവസരത്തിലാണ് രണ്ടാമത്തെ ഹാല്. ഹത്താ യഅലമ ഐന യഖം കിതാബുഹു, അവൻ്റെ കിതാബ് എവിടെ കിട്ടും? ഫീ യമീനിഹി, വലത്ത് കൊടുക്കുമോ? ഔ ശിമാലിഹി, അല്ല ഇടഭാഗത്ത് കൊടുക്കുമോ? ഔ വറാ ലഹരി, അല്ല പിന്നിൽ കൂടി കൊടുക്കുമോ? അത് ഖുർആൻ 3 എണ്ണിട്ടുണ്ട്. വഇൻദ സിറാത്തി, മൂന്നാമത്തെ രംഗം സിറാത്തിൻ്റെ അവസരത്തിലാണ്. ഇദാ വുളിഅ ബൈന ലഹ്റാനൈ ജഹന്നമ ഹത്താ യഹ്ഉസഹു, ജഹന്നമിൻ്റെ മുകളിലൊരു പാലമാണ്. ഇതിൽ കടന്നു പോകുമോ അല്ല താഴേക്ക് വീഴുമോ എന്നുള്ളത് അറിയുന്നത് വരെ. അഖ്റജഹു അബൂ ദാവൂദ് മിൻ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ.
وقال رسول الله صلى الله عليه وسلم كان رجل مسرف على نفسه നഫ്സിന്റെ മേലെ വല്ലാണ്ട് ഇസ്രാഫ് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഫലമ്മാ ഹളറഹുൽ മൗതു മരണം ഹാജരായപ്പോൾ ഖാല ലിബനിഹി മക്കളോട് അദ്ദേഹം പറഞ്ഞെന്താ, ഇദാ അന മിത്തു ഞാൻ മരിച്ചാല് ഫഅഹ്രിഖൂനി നിങ്ങൾ എന്നെ കരിക്കണം, എന്നിട്ടോ വസ്ഹഖൂനി നല്ല പൊടിയാക്കണം, സുമ്മ ദുർറൂനി ഫിദ്ദി പിന്നെ കാറ്റത്തെ ഇങ്ങനെ പാറ്റിക്കളയണം. ഫവല്ലാഹി ലഇൻ ഖദറല്ലാഹു അലയ്യ എന്നുകൊണ്ട് അല്ലാഹു തആലാക്ക് എന്നെ പൊടി കിട്ടിയാൽ ലയുഅദ്ദിബുനി എന്നെ അദാബ് കൊടുക്കും. അപ്പോൾ പൊടി കിട്ടൂലാന്ന് പൊടിയാക്കി പാറ്റിയാൽ കിട്ടൂലാന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. അതൊരു അബദ്ധം. ലയുഅദ്ദിബുനി അദാബം, പക്ഷേ അദാബ് ചെയ്യൂന്ന് കേട്ടിട്ടുണ്ട്. മാ അദ്ദബഹു അഹദൻ ഒരാളെയും അദാബ് ചെയ്യാത്ത അദാബ് ചെയ്യുമ്പോൾ അള്ളാഹിന്റെ കൈക്ക് കിട്ടാൻ പാടില്ല എന്നാണ്. ഫലമ്മ മാത അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഫഅല ബിഹി ബനൂഹു ദാലിക മക്കൾ അപ്രകാരം തന്നെ ചെയ്തു. അല്ലാഹു തആല ഭൂമിക്ക് ഓർഡർ കൊടുക്കുന്നു, അർജ്മഇ മാഫീകി നിന്റെ ദേഹത്ത് വീണ പൊടിയെല്ലാം കിട്ടുക. ഫഫഅലത് അങ്ങനെ ഭൂമി അതനുസരിച്ചു. ഫഇദാ ഹുവ ഖായിമൻ അയാളതാങ്ങനെ നിന്നിട്ട് ഫഖാല എന്നിട്ട് അന്ന് ചോദിക്കുന്നു, മാ ഹമലക അലാ മാ സനഅത നീ ഇപ്രകാരം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് മോനെ? ഖാല ഖശിയതുക യാ റബ്ബ് നിന്നെ പേടിച്ചിട്ടാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞു. ഓ അത്ര പേടിയാ? ഫഗഫറല്ലാഹു ലഹു അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു وعن أبي ذر رضي الله عنه أن النبي صلى الله عليه وسلم كان يقول أرى ما لا ترون وأسمع ما لا تسمعون നിങ്ങൾ കാണാത്ത കാര്യം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്ത കാര്യം ഞാൻ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ സാധാരണ കാഴ്ചയോ സാധാരണ കേൾവിയല്ല അല്ലാഹു തആല തങ്ങൾ കൊടുത്തിരിക്കുന്നു. മറ്റുള്ള ആൾ കാണാത്തതും മറ്റുള്ള ആൾ കേൾക്കാത്തതും ഇതാക്കേണ്ടതല്ലേ വന്നെ. എന്താണത്? സമാ എന്താണ്? ഞെരിങ്ങുന്ന അത്താന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടി കുറച്ച് ലോഡ് കയറ്റി ആ വണ്ടിക്ക് നിൽക്കുമ്പോൾ ചിരി ചിരി കിരി എന്നിങ്ങനെ ശബ്ദം കിട്ടും. ആ ശബ്ദത്തിന്റെ പേരാണ് അത്തത്ത്. അപ്പൊ ആകാശം എന്താക്കുന്ന ഇങ്ങനെ ഞെരിങ്ങുന്നത്. അപ്പൊ ആകാശത്തിൽ ഭയങ്കര ലോഡ് വഹിച്ച ഒരവസ്ഥ. എന്നിട്ട് പറയുന്നത് ബഹുക്കലഹാൻ തായിത്ത അങ്ങനെ ഞെരിങ്ങാൻ അതിന് അവകാശമുണ്ട് അത്രമാത്രം. നാല് വിരലിന്റെ സ്ഥലം ഒഴിവില്ല. ഇല്ല വമലകുൻ ഒരു മലക്കുണ്ടായിട്ടല്ലാതെ. വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹി തആല അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ട് നെറ്റി വെക്കുന്ന ഒരു മലക്ക് ഓരോ നാല് വിരലിൽ കൊടുക്കുന്ന സ്ഥലത്തുണ്ട്. അപ്പൊ എത്ര പാട് മലായികത്ത് ഉണ്ടാവണം. വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല നിങ്ങൾ കുറച്ചേ ചിരിക്കൂ. വലബകൈതും കസീറ നിങ്ങൾ ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. വലമാ തലദ്ദതും ബിന്നിസായി അലൽ ഫുർശി വിരിപ്പിൽ കടന്ന് നിസായിനെ കൊണ്ട് നിങ്ങൾ ലദ്ദത്തെടുക്കൂല. വല ഖറജതും മിന സുഉദാത്ത് മൈതാനികളിലേക്ക് നിങ്ങൾ പുറപ്പെട്ടിട്ട് തജ്അറൂന ഇലല്ലാഹി തആല അല്ലാഹനെ കൊണ്ട് താണുകയാണ് അപേക്ഷിക്കലുണ്ടായി. ഇതൊന്നും നടക്കാത്ത എന്തുകൊണ്ടാണ്? പേടിയിലേക്ക്. വറബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖൗമിൻ വഹും യദ്ഹഖൂൻ ഒരു കൂട്ടം ജനങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുന്നവിടെ തങ്ങൾ നടന്നു. ഫഖാല തദ്ഹഖൂന ചിരിക്കുക. വദിക്റുൽ ജന്നത്തി വന്നാരി ബൈന അദ്ഹുരിക്കും സ്വർഗത്തിന്റെ വാർത്തയും നരകത്തിന്റെ വാർത്തയും നിങ്ങൾ കൺമുമ്പിലുണ്ടല്ലോ, അതുണ്ടായിരിക്കവേ നിങ്ങൾ ചിരിക്കുകയാണോ? ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഖാല ഇബ്നു സുബൈർ തങ്ങൾ പറയുന്നു, ഫമാ റൂയ അഹദും മിൻഹും ലായിക പിന്നെ ഒരാൾ ചിരിക്കുന്ന കാണപ്പെട്ടിട്ടില്ല. ഹത്താ മാത വഫാത്താകുന്നത് വരെയും. വനസലത് ഫീഹിം അവരിലാണ് ഇറങ്ങിയത് നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം എന്ന സൂറത്തുൽ ഹിജ്റിലെ ആയത്താണ്. അത് ആ വിഷയത്തിലാണ് ഇറങ്ങിയത്.
وجاء أن النبي صلى الله عليه وسلم قال لجبريل عليه السلام നോട് പറഞ്ഞ് മാലി ലാ അറാ മീകായില ളാഹികൻ ഖത്തു, എന്താണ് മീകായിൽ അലൈഹി സ്വലാം ചിരിക്കുന്ന കാണലയില്ല, എന്ത് പറ്റി? ജിബ്രീലിനോട് അന്വേഷിക്കുന്നു. ഫഖാല മാ ലഹിക മീകായിലു, മീകായിൽ അലൈഹി സ്വലാം ചിരിച്ചിട്ടില്ല. മുൻപ് ഖുലിഖത്തിന്നാർ, നരകം പടക്കപ്പെട്ടതിന് മുതൽ മീകായിൽ അലൈഹി സ്വലാം ചിരിക്കാറില്ല എന്ന് മറുപടി പറഞ്ഞു. أخرجه البزار وعن كعب الأحبار رضي الله عنه قال إن جهنم لتزفر يوم القيامة زفرة لا يبقى ملك مقرب ولا نبي مرسل إلا خر جاثيا على ركبتيه. നരകം ഒരമ്പലുണ്ട്, ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, സഫീർ. അതിൻ്റെ കാറ്റെല്ലാം പുറത്തുമ്പോൾ സഫീറില്ലേ, നമുക്ക് പ്രഷർ കുക്കർ സാധാരണ സഫീർ കേൾക്കാമല്ലോ, കുറേ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ പോക്ക്. ആ പോകുന്ന പോക്കിൽ ഈ വിഷലിങ്ങിൻ്റെ ഈ ബട്ടണിൽ കൊടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം കൂടുതൽ ഇതുണ്ടായിട്ട്. അത് സ്വതന്ത്രമായി പോകാൻ കഴിയാത്തതുകൊണ്ട് അവിടെ കൊടുക്കില്ലേ. അപ്പോഴേക്കൊരു മുഖർറമായ മലക്കോ മുർസലായ നബിയോ ബാക്കിയില്ല, രണ്ട് മുട്ടും കുത്തി വീണിട്ടില്ല. അത് വഴക്കോലു റബ്ബി നഫ്സി നഫ്സി ലാ അസ്അലുക അൽയൗമ ഗൈറ നഫ്സി, ഇന്ന് എൻ്റെ നഫ്സിനെ പറ്റി അല്ലാതെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. في الصحيحين عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ناركم هذه الذي توقدون, നിങ്ങളിപ്പോൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നാറുണ്ടല്ലോ, തീ, അത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ, ജഹന്നമിന്റെ നാറിൽ നിന്നുള്ള 70 ഒരു ഓഹരിയാകുന്നു. 70ന്റെ ഒരു ഓഹരി 1/70. ഖാലൂ വല്ലാഹി ഇന്നഹാ ലകാഫിയത്തു യാ റസൂലല്ലാഹ്, അപ്പോൾ ഇപ്പം കത്തിക്കുന്ന തീ തന്നെ മതിയല്ല ശിക്ഷിക്കാൻ, അതിന് ധാരാളമല്ലേ. ഖാല, തങ്ങൾ പറഞ്ഞു ഫഇന്നഹാ ഫളുലത് അലൈഹാ, ഇന്ന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീനാക്കാണ് ജഹന്നമിന്റെ തീ ഏറിയിട്ടുണ്ട്. ബിതിസ്അത്തിൻ വസിത്തീന ജുസ്അൻ, 69 ഓഹരി ഏറിയിട്ടുണ്ട് അല്ലേ. കുല്ലുഹാ മിസ്ലു ഹജ്ജിഹാ, അതിൽപ്പെട്ട ഓരോന്നിനും അതിൻ്റെ ഹർ. ഇപ്പോൾ ഇവിടെയുള്ള അപ്പം ഇന്ന് കത്തിക്കുന്ന തീൻ്റെ ഇഷ്ടു 70 കുടിക്കണം. ഓരോ ഹരിക്കും ഇങ്ങനത്തെ ചൂടുണ്ട്, അതിനുള്ള 70 ഇരട്ടി. وروى ابن ماجه رضي الله عنه عن أنس مرفوعا, എന്താ അനസ് മർഫൂഅൻ എന്ന് അനസ് റളിയല്ലാഹു അൻഹു അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്തിലുണ്ട്. അനസ് തങ്ങളുടെ സ്വന്തം പറഞ്ഞാണെങ്കിൽ മൗഖൂഫ് എന്ന് പറയുന്നുണ്ടായില്ലേ. ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 90 ജുസ്അൻ മിൻ നാരി ജഹന്നം, ഇന്ന് നിങ്ങൾ കത്തിക്കുന്ന തീ ജഹന്നമിന്റെ 90 ഒരു ഓഹരിയാണ് എന്ന മറ്റേ റിവായത്തിലുള്ളത്. അപ്പൊ 70-ലൊന്നും 90-ലൊന്നും വെച്ച് ഏതാ കടുപ്പം കൂടുതൽ? 90-ന്റെ കൂടെ. അതുകൊണ്ട് എന്താണ് 5 ചട്ടിക്ക് 1 ചട്ടിയാണ് സിമെന്റ് ചേർക്കൽ, മറ്റൊരു 6 ചട്ടിക്കാൻ ചേർക്കുന്ന എത്ര സിമെന്റാണ് എനിക്ക് പോകുന്നതെന്ന് ചോദിച്ചു. നമ്മൾ തേപ്പുകാരനെ മാറ്റി, അതെന്താ ആദ്യത്തെ തേപ്പ് മക്കളൊക്കെ നോക്കി പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എത്ര സിമെന്റിനാണ് ഇഷ്ടം? നമ്മളെ ആടുണ്ടാക്കല് 5 ചട്ടിക്ക് 1 ചട്ടി ചേർക്കല് കണക്ക് തിരിയുന്നില്ല. ഇയാള് 6 ചട്ടിക്ക് 1 ചട്ടി ചേർക്കുന്നുണ്ട്. അത്ര സിമെന്റിന് ഇഷ്ടം മാത്രം മാറ്റി അറിയുന്നവരോട് പറ. എത്ര പെർസെന്റ് ഇപ്പൊ 1 ചട്ടി പ്ലസ് 5 ചട്ടിക്ക് എത്രയായി? 1/6 അപ്പൊ 16%. 16 സംതിങ് ഉണ്ടാവും അല്ലെ? പക്ഷെ കണക്കറിയും 1 + 6 എന്ന് പറഞ്ഞാൽ 7 ഓഹരി വരുന്നത്. അപ്പൊ പെർസെന്റ് കൂടെ മതിയായിരുന്നു. അപ്പോ 90 ഓഹരി വെച്ചതിൽ 1 ഓഹരി എന്ന് പറഞ്ഞാലും 70 ഓഹരി വെച്ച 1 ഓഹരി ചെയ്ത കടുപ്പം കൂടിയത് കുറയലാണ്, കൂടും. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസിൽ കൂടിയതായിട്ടാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ വലൗല അന്നഹാ തുഫിയത് ബിൽമായി മർറത്തൈനി,
അത് 2 വട്ടം വെള്ളം കൊണ്ട് അതിനെ ചൂട് കെടുത്തി കളഞ്ഞില്ലെങ്കിൽ മന്ദഫാത്തും ബിഹ, ഈ തീ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരത്തിനെടുക്കാൻ കഴിയൂല, ചൂട് കൂടിയിട്ട്. അത് മടക്കല്ലേ എന്നുണ്ടാക്കുന്ന അത് ദ്വാരക്ക് അത്ര ആ നരകത്തിന് പോലും അതിന്റെ ചൂട് സഹിക്കാൻ പ്രയാസമില്ല. അത് തീർന്നു. അൽ ഫസ്ലു സാലിസ് എന്താ ഫീ സിമാനിൽ ഖൗഫി വൽ ഖശിയത്ത് മിനല്ലാഹി തആല. അല്ലാഹുവിനെ പറ്റി ഖശിയത്തും ഖൗഫും ഉണ്ടായാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്ന്. ഫമിൻ സിമാനിൽ ഖൗഫിൽ ജാനിഅത്തി വഅൻവാരിഹിൽ ലാമിഅ. ഖൗഫിന്റെ പഴുത്ത പഴം എന്ന് വെച്ചാൽ അപ്പം തന്നെ ഉപയോഗിക്കാനുള്ള പാകത്തിനായ എന്താ പറയും ജാനിഅ. ഉന്നുറു ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഇഹി എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനപ്പുറം ഉപയോഗിക്കേണ്ട വെച്ചാൽ കിട്ടുമോ? അപ്പൊ തിന്നാനുള്ള പാകത്തിനായ സിമാറിൽപ്പെട്ടതാണ്. അതെന്നുവെച്ചാൽ ഇപ്പം തന്നെ കിട്ടുന്നേ. വാൻമാരിഹില്ലാമിഅ, ഒന്ന് മഗ്ഫിറത്തു ദുനൂബ്, ദോഷങ്ങൾ പൊറുക്കപ്പെടും. قال رسول الله صلى الله عليه وسلم إذا قشعر جلد العبد من خشية الله تعالى تهاتت عنه ذنوبه كما يتهات عن الشجرة اليابسة ورقها. أخرجه البيهقي في الشعب. ഒരു മനുഷ്യന്റെ തൊലി എന്തായെന്നറിയോ? ഇങ്ങനെ ചുരുങ്ങി അള്ളാഹിന്റെ ഖശിയത്തിനാൽ നഖം രക്തം പറ്റി എല്ലാം കൂടെ ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അവന്റെ ദോഷങ്ങൾ ഉതിർന്നു വീഴുന്നു. ഏതുപോലെ ഉണങ്ങിയ മരത്തിൽ നിന്ന് അതിൻ്റെ ഇലകൾ എപ്രകാരം കൊഴിഞ്ഞു വീഴുന്നുവോ എന്നതുപോലെയാണ്. അപ്പോൾ ഇവിടെ ശരീരത്തിന് ഉണങ്ങിയ മരത്തിനോട് ഉപമിച്ച് അതിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴുന്നു. അപ്പം മഹസൂസിനോട് ഉപമിച്ചത്. പക്ഷെ ഒന്ന് മഹസൂസും ഒരു തറപ്പ് മഹക്കൂലുമാണ്. ഇവന്റെ ശരീരം മഹസൂസല്ലേ, ഉണങ്ങിയ മരവും മഹസൂസാണല്ലോ. പക്ഷെ ദോഷങ്ങൾ എന്നുള്ളത് കാണാത്തതാണ്, മാനവീയാണ്. അപ്പം മഹസൂസിനോട് മാനവീനെ തശ്ബീഹാക്കി. അത് ടീച്ചിങ് മെത്തേഡിൽപ്പെട്ടൊരു മെത്തേഡാണ്. അതെല്ലാം മറ്റോരെ കട്ടെടുത്തിട്ട് നമ്മളാന്ന് പറയും. നമുക്കിവിടെ അടി തുടങ്ങാൻ വേണ്ടി പണിയിട്ടാന്നിട്ട് എന്താക്കിയെന്നറിയോ? അപ്പുറം കിതാബ് വാരിക്കൊണ്ടപ്പോക്കാൻ വേണ്ടി ഒരു കോപ്പി അടിക്കാം. അൽ അംനു ഫിൽ ആഖിറതി, പരലോകത്ത് അമ്നുണ്ടാകും. ദുനിയാവിൽ ഖൗഫുണ്ടായാൽ പരലോകത്ത് അമ്നാണ്. 2 സ്ഥലത്തും ഖൗഫ്, 2 സ്ഥലത്തും അമ്ന് കൊടുക്കൂല എന്നുള്ള വാസാക്കിയതാണ്. قال رسول الله صلى الله عليه وسلم فيما يرويه عن ربه تبارك وتعالى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യാണ്. അപ്പോൾ ഖുദ്സിയായ ഹദീസ്, അന്നഹു ഖാല വഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്തിനെയും എൻ്റെ ജലാലിനെയും സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലാ അജ്മഉ അലാ അബ്ദി, എൻ്റെ അബ്ദിൻ്റെ മേലെ ഞാൻ ഒരുമിച്ച് കൂട്ടൂല ഖൗഫൈനി, 2 ഖൗഫ്. അതുപോലെ തന്നെ വല അംനൈനി, 2 അംനും ഒരുമിച്ച് കൂട്ടി കൊടുക്കൂല. ഏതാന്ന് 2 ഖൗഫ്? ഫൈദാ ഖാഫനി ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് ഖൗഫുണ്ടെങ്കിൽ അമ്മൻതു യൗമൽ ഖിയാമത്തിൽ അംന കൊടുക്കുക. ഇനി തിരിച്ചു വെക്ക്, വൈദാ അമിനനി ഫി ദുനിയാ, ദുനിയാവിൽ ഖൗഫില്ലാതെ കണ്ട് ജീവിച്ചതാണെങ്കിൽ അഖഫ്തുഹു യൗമൽ ഖിയാമത്തിൽ ഞാൻ പഠിപ്പിക്കും ചെയ്യും. قال الشيخ الإمام عبد الله بن علوي الحداد رضي الله عنه على الحديث المذكور. ഈ ഹദീസിന്റെ ശറഹ പറയുന്നു മൂപ്പര്. അമ്മ ഖൗഫുഹു ഫി ദുനിയാ, ദുനിയാവിലുള്ള ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫബിഅൻ യജ്തനിബ മാ നുഹിയ അൻഹു, വിരോധിക്കപ്പെട്ട കാര്യം വർജിക്കലാകുന്നു. വിരോധിക്കപ്പെട്ട കാര്യം എന്താ? മിൻ ഹറാമിൻ വമക്റൂഹിൻ വഫുദൂൽ, ഹറാമും പെട്ടതിൽ, മക്റൂഹും പെട്ട്, ഫുദൂലും പെട്ട്, മനഹബിദാലിക്. വഅംനുഹു, അപ്പോൾ ദുനിയാവിലുള്ള അംന് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഗഫലത്തി അനില്ലാഹി, അല്ലാഹനെ തൊട്ട് ഗഫലത്തിൽ ജീവിക്കൽ എന്നതാണ്. വതളീഇ മാ ദുക്കിറ, ഹറാമ് മക്റൂഹ് പോലത്തെ കാര്യങ്ങൾ അത് പാലിക്കപ്പെടാതാക്കി, അത് പാടാക്കി കളഞ്ഞു. വയതനാവലു കുല്ലമാ യസ്തഹീഹി, അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാം തിന്നാൻ നിൽക്കും. വയഖൂലു കുല്ലമാ അറാദ, ഉദ്ദേശിച്ചതെല്ലാം പറയും. വലാ യംതനിഉ മിമ്മാ യുദമ്മു, ആക്ഷേപിക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ തടഞ്ഞു നിൽക്കൂല. ഇതായിരിക്കും അവൻ്റെ ജീവിതം. ഇതാണ് അമ്നിൻ്റെ ജീവിതം ദുനിയാവിലെ. മിൻ തസ്ബീത്തിൽ ഫുആദ്.
روي أن الشيخ فضل بن عبد الله التميمي رضي الله عنه شكا إلى الشيخ عبد الله بن أسعد الجافعي അറിയപ്പെട്ട യാഫി ഇമാം തന്നെ ഷൂറ യാഫി ഇമാം ഉണ്ടല്ലോ, അവരോട് ശിക്കായത്ത് പറഞ്ഞു ആര്? ഫضل ബിൻ അബ്ദുല്ലാഹി തരീമി. എന്താ? മാ യജിദുഹു മിൻ ശിദ്ദത്തി ഖലബത്തിൽ ഖൗഫി വഅളീമിൽ ഹൈബ. മൂപ്പർക്ക് വല്ലാത്ത ഖൗഫും ഹൈബത്തും ഏറിയിട്ട് അസഹ്യമായി തോന്നുന്നു. ആർക്ക്? ഈ ഫضل. അപ്പൊ യാഫി ഇമാമിനോട് ശിക്കായത്ത് പറഞ്ഞ് അള്ളാഹ് നീ വലിയ ഭാഗ്യം ചെയ്തു. അതാ فقال له يخيفك حتى لا تأمنه. അതാ നിനക്ക് ഒരിക്കലും അമ്നില്ലാതെ കണ്ട ഖൗഫിൽ ജീവിക്കാൻ അത് മുബ്തദാന്റെ സ്ഥാനത്താണ്. ഖൈറുൽ ലക, അത് നിനക്ക് ഖൈറാണ്. വഅഹ്സനു, അത് അഹ്സനുമാണ്. അപ്പോ ഈ ഖൗഫ് പറക്കാൻ വേണ്ടി പറയണ്ട, തിരണ്ടില്ല. അത് മുബ്തദാന്റെ സ്ഥാനത്തായി. യുഖീഫുക ഹത്താ ലാ തഅമനഹു എന്നുള്ളത് ഖൈറുൽ ലക വഅഹ്സനു മിൻ അൻ യുഅമ്മിനക. നിന്നെ അമ്നിലായി ജീവിക്കുന്നതിനേക്കാണ് ഖൈറാണ്. ഹത്താ ലാ തഖാഫു, പേടിക്കാതെ അമ്നാക്കിനൊക്കെ. അപ്പൊ ഖൗഫ് തന്നെയാണ് നല്ലത്. അടിക്കട്ട് എന്നിട്ട് ഒരാൾ 800 റുപ്യക്ക് ഒരു കടക്ക വാങ്ങിയത്, സുൽഫക്സിന്റെ കടക്ക. എന്നിട്ട് തിരിച്ച് കടന്ന് ഉസ്താദേ ഒറ്റപ്പൊടി ഉറക്ക് കിട്ടിയിട്ടില്ല. അവനെ പടച്ചോ നീക്ക് വലിയ തോഫിയൊക്കെ എഴുതി. എന്താന്ന് കടന്നവിടെ ഇറങ്ങിയപ്പോ ഈ കിടക്കന്റെ രുചി നിങ്ങൾ ആസ്വദിച്ചാ? അത്രയും പൈസ കൊടുത്തിട്ട് അന്ന് 800 റുപ്യൊക്കെ വാങ്ങിയതിന് വരും. അപ്പൊ ഒരു 30 കൊല്ലം മുമ്പാണ് ഒരാള് പണിയുന്നില്ലേക്ക് നമ്മളൊക്കെ ഇങ്ങനെ നടന്നത് ഉണ്ട്. ഞാൻ തങ്ങൾക്ക് അറിയാല്ലേ, അന്ന് 800 കൊടുക്കുന്ന നല്ല പൈസയാണ്. 30 അല്ലേ 90 ഉറങ്ങാത്തോണ്ട് ഇത്രയും കിടക്കന്റെ സുഖം ആസ്വദിച്ചില്ലേ? പൈസ മുതലായി. ഇത് കടന്നപാടുറങ്ങുമെങ്കിൽ പിന്നെ കടന്ന് ഒറ്റ ഉറക്കാന്നെങ്കിൽ ഉറക്കം വാഹിതാന്നെങ്കിൽ പിന്നെ അവിടെ കടന്നാലും മണ്ണി കിടന്നാലും എന്താ ഇഖ്ദുൽ ജവാഖീത്തിൽ പറഞ്ഞതാണത്. ഓരോ കിതാബിന്റെ നക്കല് മൂപ്പർ എത്ര 1000 കിതാബിലേക്ക് കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഫായിദ, യുളില്ലുഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി ഫീ ദില്ലിഹി. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ദില്ലിലായിരിക്കും അവൻ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തു യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് തുടങ്ങുന്ന ഹദീസ് ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത 7 കൂട്ടക്കാർ അള്ളാഹു തആല തണലിട്ട് കൊടുക്കും. ആ കൂട്ടത്തിൽ വദക്കറ മിൻഹും റജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി യഖാഫുല്ലാഹ. അഖ്റജഹുൽ ബുഖാരി വമുസ്ലിം മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ അള്ളാഹനെ പേടിക്കുന്നു, നീ ക്ഷണിച്ച സ്ഥലത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. وروي في الحديث أنه كان في بني إسرائيل رجل يقال له الكفل. കിഫിൽ എന്ന് പേരുള്ള ഒരാൾ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. വക്കാന ലാ യതവറഉ അൻ ദംബിൻ, ഒരു ദോഷത്തിനൊട്ടും അദ്ദേഹത്തിന് ഇതില്ല, ഒരു വറയില്ല. വഅന്നഹു ദഅൻ ഇംറഅതൻ വറാവദഹ അൻ നഫ്സിഹാ. അദ്ദേഹം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ട് ഫഅതഹ 60 ദീനാറൻ, 60 ദീനാറും കൊടുത്തു. അലാ യതഅഹ. ഫലമ്മ ജലസ മജ്ലിസ റജുലി മിൻ ഇംറഅതിഹി, ഒരു പുരുഷൻ സ്ത്രീൻ്റെ അടുക്കൽ ഇരിക്കുന്ന കോലത്തിൽ അഭിവൃത്താലത്ത് പെണ്ണുങ്ങൾക്കുണ്ട് ഇങ്ങനെ ബറ കാണുന്നു. വബക്കത്ത് കരച്ചിലേ കരച്ചിൽ. കാലമായുബിക്ക്, എന്താ പെണ്ണേ നീ കരയുന്നു? കാലത്ത് അന്നഹ അമലുൻ മാ അമിൽതുഹു ഖത്തു, മുമ്പ് എനിക്ക് പരിചയമില്ലാത്ത പണിയാണിത്. വമാ ഹമലനി അലൈഹി ഇല്ലൽ ഹാജ, ഫഖീർത്തരം വന്നിട്ട് ഞാനിതിനെ സമ്മതിച്ചേ ഉള്ളൂ. ഫഖാല അവ തഫ്അലീന ഹാദാ മിൻ മഖാഫത്തില്ലാ, അപ്പം അല്ലാഹനെ പേടിച്ചിട്ടാണോ നീ കരയുകയും വിറക്കുകയും ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനല്ല ഇതിൻ്റെ ഒന്നാമത്തെ ആള്. ഫാന അഹ്റാ ബിദാലിക, പേടിക്കാനും കരയാനും ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ട ആള്. വലക്കി മാഅതൈതുകി, ഞാൻ നിനക്ക് തന്നില്ല 60, അത് നീ എടുത്തോ.
ഫമാതമിൻ ലൈലത്തിൽ അന്നത്തെ രാത്രി ആ ഷാബ് മരിച്ച് ഫാസ്തുബഹ മക്തൂബൻ അലാ ബാബിഹി വാതിലിന്റെ പുറത്ത് എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്നല്ലാഹ തആല ഖദ് ഗഫറ ലിൽ കിഫിലി കിഫിൽ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. പണ്ട് പനീസറിൽ പറഞ്ഞില്ലേ അവരെ പറഞ്ഞ പുറത്ത് എഴുതി വെക്കും. പാജിബന്നാസമിന്ദാലിക്ക ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത അത്ഭുതം. നേരത്തെ അയാൾ വലിയ കുറ്റം കെട്ട ആളായിരുന്നല്ലോ. അഖറജഹു തിർമിദി വഅഹ്മദു വൽ ഹാകിമു വഗൈറുഹും. നീണ്ട സംഭവം അറിയുന്നു. ഹിക്കായത്തുൻ ഹക്ക ശൈഖുൽ അല്ലാമത്ത് അബ്ദുർറഹ്മാനുൽ ഖതീബ് ഫീ കിതാബിഹി അൽ ജൗഹരി ശഫാഫ് എന്ന കിതാബിൽ പറയുന്നു അന്നഹു ലമ്മാ കസുറ സ്വാലിഹൂന ഫീ തരീം ഫീ അസ്രിൻ വാഹിദ്. തരീമയുടെ അബ്ദുല്ലാഹിൽ തങ്ങളുടെ നാടാണ്. ഖബർ ഷരീഫുള്ളത് അവിടെയാണല്ലോ. ആ തരീമിൽ സാലിഹീങ്ങൾ ധാരാളമുണ്ട്. മുമ്പതിനെ പറ്റി പറഞ്ഞില്ല, അവിടെ കള്ളന്മാരുണ്ടാവൂല. അവിടെ നാട്ടിലെ പൊള്ളായിട്ട് പറഞ്ഞിട്ടില്ലേ, കള്ളന്മാരുള്ള യാചകന്മാരുമില്ല. എന്തുകൊണ്ട് യാചിക്കാൻ ഇടവരാത്ത കണ്ടറിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കുമ്പോൾ വിശ്വസ്തത കയറിയിട്ട് എന്താക്കി ആരും പരസ്പരം കക്കൂല. നമുക്ക് കഴിഞ്ഞു പോയി എന്നെ മാറ്റം. മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച് ആ നാട്ടുകാരത് ഫഖറായിട്ട് പറയും. ഇത് തരീമിന്റെ അവസ്ഥ. ജമഅഹും വാലി തരീം, തരീമിന്റെ ഭരണാധിപൻ ഇവരെല്ലാം വിളിച്ചു കൂട്ടി. വഖാല ലഹും, എന്നിട്ട് പറഞ്ഞ് ഇൻ തഖൂലി അഖ്യാറക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഖൈറായ ആളുകളെ തെരഞ്ഞെടുക്കുക. വഅറാദ അൻ യംതഹിനഹും വഹും ലാ യശ്ഉറൂൻ, ഇവർ അറിയാത്ത രീതിയിൽ ഇവരെ പരീക്ഷ നടത്തലാണ് രാജാവിന്റെ ഉദ്ദേശം. ഫന്തഖ മിൻഹും മിഅത റജുലിൻ, അങ്ങനെ 100 ആളുകൾ അവർ തിരഞ്ഞെടുത്തു. വഖാലു ഹൗലാ ഖിയാറുന, ഇവരാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളെന്നും പറഞ്ഞു. ഫഖാലു ഇൻ തഖൂലി ഖൈറ ഹൗലായിൽ മിഅ, 100ൽ നിന്ന് ഏറ്റവും ഖൈറായ ഒരാളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ഫന്തഖലഹു അശറതൻ, അങ്ങനെ 10 ആളെ സെലക്ട് ചെയ്തു. ഫഖാല ഇൻ തഖൂലി ഖൈറ ഹൗലായിൽ അശറ, ഈ 10ൽ നിന്ന് തിരഞ്ഞെടുക്കണം. അങ്ങനെ ഫഖ്താറൂ ലഹു മിൻഹും അശ്ശൈഖ് അൽ ഫഖീഹ സാലിം ഇബ്നു ബസരിയിൽ അൻസരീഫ് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കാണ് ഏറ്റവും ഗ്രേഡ് കിട്ടിയത്. വകാന ഫിൽ ബലദി ഇംറഅത്തുൻ, നാട്ടിലെ ഒരു പെണ്ണുങ്ങളുണ്ട്. മഅഹ ബിൻതുൻ ജമീലത്തുൻ, സുന്ദരിയായ ഒരു മോളുണ്ട്. ഫാദിലത്തുൻ ഫിൽ ഹുസ്നി വൽ ജമാലിന്, മികച്ച പെണ്ണാണ്. ഫഅർസല ഇലൈഹി സുൽത്താൻ, സുൽത്താൻ എന്താക്കിയതിന് ആ പെണ്ണിനെ വരാൻ പറഞ്ഞു. ഇങ്ങനെ സാലിമിനെ ഫിത്നയാക്കാൻ. ശൈഖുൽ ഫഖീഹ് സാലിം അവർ ഓരാന്ന് ഇപ്പം തിരിയും. അതാ അതിന് വാലിൽ മദക്കൂർ, സുൽത്താൻ ആരാന്ന് നേരത്തെ പറഞ്ഞില്ലേ, വാലി അയാള്. എന്നിട്ടോ ലിതഫ്തിനഹു ബിഹാ, സാലിം എന്നോരൊക്കെ ഫിത്ന ഉണ്ടാക്കണം. ഫഅജാബത്തുഹു, ഉടനെ പെണ്ണിന് വന്നില്ല. ഇദാ ദാലിക ഫതഫഅലഹ മാലൻ ജസീലൻ, ഒരുപാട് സ്വത്തും കൊടുത്തു. അല അൻ തുസയ്യിന ബിൻതഹ, ബിന്തിനെ ചമയിക്കണം. വയദ്ഖുല അലൈഹ ശൈഖ് സാലിമിനെ അവിടത്തേക്കൊന്ന് പ്രവേശിപ്പിക്കണം. വകാനൽ മദ്കൂറു യസൂറുൽ ഖുബൂറ കുല്ലു യൗമിൻ, സാലിം അവർ എന്താക്കുന്നറിയോ, എല്ലാ ദിവസവും ഖബർ സിയാറത്തിന് പോകും. വകാനത്ത് ദാറു തിൽക്കൽ മർഅത്തി അലാ തരീഖിൽ ഖുബൂർ, ആ പോകുന്ന വഴിയിലാണ് ആ പെണ്ണുങ്ങളെ പോരാ. ഫഅമദത് ഇലാ ബിൻതിഹാ, അങ്ങനെ മോളിലേക്ക് ലക്ഷ്യം വെച്ച് വസഖറഫത്ത്, പണി നല്ലോണം ഇങ്ങനെ ചമയിച്ച്. വഖാലത്ത് ലഹ ഇദാ ദഖല അലൈകി ശൈഖു, സാലിം വന്നാൽ ഫഖ്ലഇ സിയാബക, നിന്റെ വസ്ത്രം ഊരി വെച്ച് വതഅല്ലഖി ബിഹി, ഉടനെ പിടികൂടണം. വറാബിദിഹി അൻ നഫ്സിഹി. ثم خرجت المرأة, പിന്നെന്താക്കിയ ചമയിച്ച ഉമ്മ അങ്ങോട്ട് പോയി. പിന്നെ وجلست على الطريق, അവള് തരീഖിൽ ഇരുന്നില്ലേ. فما لبثت إلا يسيرا, അല്പം കഴിഞ്ഞിട്ടു. فإذا بالشيخ سالم رضي الله عنه أقبل يريد القبور, ഖബർ സിയാറത്തിന് വേണ്ടി ഇതാ വരുന്നു. فتقدمت إليه المرأة, ആ പെണ്ണ് എന്താക്കിയ ഒളിയൊക്കെ മുന്നി. വക്കാലത്ത് പറഞ്ഞ് ഇന്ന ബിനത്തി മഹമൂമത്തൻ, എൻ്റെ മോക്ക് പെനിക്കുന്നുണ്ട്. ഇമ്മ പറഞ്ഞതാ. അസാക്ക തതഫുലു അലൈഹി, ഒന്ന് മന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന്. അവിടെ കയറ്റാനോട് വലുപ്പുണ്ടാക്കിയല്ലേ.
ഫഖാല ലഹ സാലിമ തങ്ങൾ പറഞ്ഞ് ദഈനി അസൂറുക്കും ഞാൻ കബത്തിൽ നിന്ന് സിയാറത്ത് ചെയ്തിട്ട് വരട്ടെ വാന അത്തീക്ക് ഞാൻ മടക്കത്തിൽ കയറാം അത്തീക്കി ഫദഹബത്ത് ഇത് കാത്തിരുന്നു വജലസത്ത് മക്കാനഹ സ്ഥലത്ത് തന്നെ ഇരുന്നു ഫലമ്മാ റജഅ ഖാലത് ലഹു അതാ ബിസ്മില്ലാഹ് ഫദഖല ശൈഖുൽ ബൈത അലാ സബീലിൽ ഖിറാഅത്തിന്റെ രൂപത്തിൽ എന്താക്കി ശൈഖ് അവിടെ കയറി ഫലമ്മ വലജൽ ബാബ അങ്ങനെ വാതിക്കൽ കയറിയപ്പോൾ അഗലഖത്തിൽ മർഅത്തു അലൈഹി പെണ്ണുങ്ങൾ വാതിലങ്കടച്ച് വഖഫത്ത് ഖാരിജൻ ഉമ്മ പുറത്തിരിക്കുകയും ചെയ്തു ഫലമ്മ വസല ശൈഖു ഇലൽ ബിന്തി ബിന്തിലേക്ക് ശൈഖ് എത്തിയപ്പോൾ ഖലഅത്ത് സൗബഹ വസ്ത്രങ്ങൾ ഊരിയിട്ട് വതഅല്ലഖത്ത് ബിഹി തുറാബിദുഹു അൻ നഫ്സിഹി ശൈഖിനെ പിടികൂടി ശൈഖ് എന്താക്കിയത് ചെരിപ്പം കൂലിയിട്ട് വളറബഹ ബി നല്ലോണം അങ്ങോട്ട് കൊടുത്തു അടി എന്ന് പറഞ്ഞാൽ അല്ലതി എന്ന് പറഞ്ഞ അടി ഓരോ അടി അടിക്കുമ്പോഴും ആ അടി കിട്ടിയ സ്ഥലത്ത് എന്താകും ജുദാമിൻ കുഷ്ഠരോഗത്തിന്റെ ആ പുണ്ണുണ്ടല്ല ഈ അടി കിട്ടുമ്പോൾ ഒരു കലവരുമില്ലേ ഒരു പൊടുക്കല് അവിടെ കുഷ്ഠരോഗത്തിന്റെ ഇതാ വന്നത് സുമ്മ സാറൽ ജുദാമ ഫീ ജസദിഹ ശരീരം മുഴുവനും കുഷ്ഠരോഗം വ്യാപിച്ച് ഹത്ത അമ്മ ജമീഅൽ ബദൻ ശരീരം മുഴുവനും ഫസാഹത്ത് അതാ അട്ടഹാസവും കരച്ചിലും ഫദഖലത് അലൈഹ ഉമ്മ കയറി വന്നു ഇവിടെ എന്താ സംഭവം വഖറജ ശൈഖ് വൈകി നല്ലോണം അടി കൊടുത്തിട്ട് ഫഖാലത്ത് ഉമ്മുഹ ഉമ്മ പറഞ്ഞു മാലിക് എന്താ മോളെ ഫഖാലത്ത് മാ അദ്ഖൽതനി ഞാൻ ആദമിയൻ ഇവിടെ ഒരു മനുഷ്യനല്ലല്ലോ ഇവിടെ വന്നത് ഈ മനുഷ്യനാണെങ്കിൽ ചതിപ്പെടൂലേ അദ്ഖൽതനി അല അസദിൻ ഒരു സിംഹമാണ് ഇവിടെ കയറി നോക്കണം ഫദഹബത്തിൽ മർഅത്തു ബിബിൻതിഹാ ഈ ഉമ്മ മോളെയും കൂട്ടിയിട്ട് പോയി സുൽത്താൻ്റെ അടുക്കലേക്ക് ഓരോ പൈസ കൊടുത്ത് അമിച്ചത് വാഹബറത്തുഹു ബിൽ ഖിസ്സത്തി ഖിസ്സ അവർ പറഞ്ഞു വഖാലത്ത് ലഹു മാ അസാബ ബിൻതി ഹാദാ ഇല്ലാ മിൻ അജ്ലിക നിങ്ങൾ പറഞ്ഞ പണിയെടുത്തത് കൊണ്ടാണ് എൻ്റെ മോക്ക് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചത് എന്ന് പറഞ്ഞു അത് ഫദവാഉഹ അലൈക്ക് നിങ്ങൾ എന്നെ ചികിത്സ വേണം ഉടനെ ഫർസല സുൽത്താനുവിലെ ഷെയ്ഖ് സാലിം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് സുൽത്താൻ അയച്ചു ഫാത്താഹു വന്നിട്ട് വലം യഗ്ലബ് വലം യതഗയ്യർ ലൗനുഹു ദേഷ്യം പിടിക്കലോ ഒന്നുമില്ല ഫസ്തഗ്ഫറ ലഹു സുൽത്താൻ വഅതദറ ഇലൈഹി സുൽത്താൻ എന്താക്കി മാപ്പ് പറഞ്ഞു ثم قال له يا شيخ هذه البنت أصابها ما ترى من عقوبتك നിങ്ങൾ കൊടുത്ത ശിക്ഷ കൊണ്ടാണ് എന്താക്കി ഈ പെണ്ണിനെ ഈ മോക്കിങ്ങനെ ബാധിച്ചത് അതുകൊണ്ട് ഫാസാക്ക തുബിദിഹ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാൻ കഴിയൂലേ ഫഅഖദ ശൈഖു മാഅൻ ശൈഖ് ഒരു വെള്ളം എടുത്തിട്ട് വതഫല ഫീഹി അതിൽ മന്ത്രിച്ച് ഊതിയിട്ട് വഖറഅ ഫീഹി മാ തയസ്സറ അതിൽ ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് വമുസഹ ബിഹി ജസദുൽ ബിന്തിന്റെ ശരീരം തടകി ഫബദിഅത് മിൻ ബഖതിഹാ അപ്പോൾ തന്നെ അത് സുഖമാവുകയും ചെയ്തു കറാമത്താണ്. ഇനി അടുത്ത ഫായിദ എന്താണ്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ അല്ലാഹുവിനെ ഒരാൾ പേടിച്ചാൽ മറ്റുള്ള വസ്തുക്കളെല്ലാം അവനെ പേടിക്കുന്ന പറഞ്ഞു. قال سيدنا عمر بن عبد العزيز رضي الله عنه من خاف الله عز وجل أخاف الله منه كل شيء അള്ളാഹു തആല ഒരാൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളെയും അള്ളാഹു അവൻ്റെ കാര്യത്തെ പേടിപ്പിക്കും. വമൻ ലം യഖഫില്ല ഒരാൾ അള്ളാഹിനെ പേടിച്ചിട്ടില്ലെങ്കിലോ ഖാഫ മിൻ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിലും ഇവൻ പേടിക്കേണ്ടി വരും. വഖാല ശരീഉൽ മുഖല്ലസി റളിയല്ലാഹു അൻഹു ശരീഉ സഖതി റളിയല്ലാഹു അൻഹുവിന്റെ കാരണോരില്ലേ സമിഅത്തുൽ ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ട് യഖൂലു മൻ ഖാഫല്ലാഹ യം യദുറഹു അഹദുൻ പേടിച്ച് അത് അള്ളാഹിനെ പേടിച്ചാൽ ഒന്നും ദറർ ചെയ്യൂല. വമൻ ഖാഫ ഗൈറല്ലാഹി അള്ളാഹിനെ അല്ലാത്ത ഒരാൾ പേടിച്ചാൽ ആർക്കും ഉപകാരം ചെയ്യാൻ കഴിയൂല. നമുക്കന്ന് ഉസ്താദ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ കിതാബ് ഉണ്ടാക്കിയ മുസന്നിഫിന്റെ ഉസ്താദിന്റെ ഉസ്താദല്ലേ പറഞ്ഞ മൂപ്പർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഷഹാദത്തുൽ മജീദ് കൊടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാണ് നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ്. ഒരു കൂട്ടം പോകുമ്പോൾ സിംഹം വന്നു, എല്ലാവരും പേടിച്ചോടി. സിംഹത്തിന് ചെവി പിടിച്ചിട്ട് പറഞ്ഞ് ആരും അടങ്ങാനാക്കില്ല, പൂടൊന്നും ചെവി പിടിച്ചു
അവരെ ഖബറമ്മ സിയാറത്ത് ചെയ്ത് മൂപ്പർ കുട്ടികളെ പറ്റി എന്താണ് നിങ്ങളെ ഇഷ്ടം? البيهقي في شعب الإيمان. ഇതിപ്പോ രണ്ട് നേതാക്കന്മാരായ റിവായത്തായിട്ടാണ് കൊണ്ടുവന്നത്. ഒന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ്, മറ്റൊന്നൊരു ഫുളൈൽ ബിൻ ഇയാദ്. നമ്മൾ നാശം തിരിച്ചു വരുമ്പോൾ സിയാറത്ത് ചെയ്തിട്ട് ബൈത്ത് വാസി ഇട്ടുകൊണ്ട് അടയാളപ്പെടുത്തി ആ മുകളെല്ലാം കൊണ്ടുപോയിട്ട് അത് ഇറങ്ങിയിട്ടാണ് പിന്നെ കാറിലേക്ക് വന്നത്. അന്താറ് തങ്ങളെ ഖബറെല്ലാം പറഞ്ഞില്ല. അന്താറെന്ന് പറഞ്ഞാൽ മുസന്നിഫിന്റെ അമ്മോച്ചൻ. ഇനി പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ റിവായത്ത് ചെയ്ത മർഫൂആയ ഹദീസ് ഇങ്ങനെ ഉണ്ടെന്ന് പറയും. ഇതിപ്പോ സനദ് നോക്കറാ. ഒന്ന് ഫുളൈൽ ബിൻ ഇയാദ് പറഞ്ഞതും ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞല്ലേ മർഫൂആയിട്ടുണ്ട്, പക്ഷെ സനദിൽ മജ്ഹൂലുണ്ട് എന്ന് പറഞ്ഞു. മറ്റൊന്നൊരു മഖാസിദുൽ ഹസന, ഹാഫിദ് സഖാവിന്റെ കിതാബാണത് മഖാസിദുൽ ഹസന. പിന്നെ അസ്സലാമത്തു മിനൽ ഇഖ്തിറാർ, ഉറൂറിൽ പെട്ടുപോകുന്നതോടെ രക്ഷയുണ്ടെന്ന് പറഞ്ഞു. പേടിയുണ്ടായ ഉറൂറിൽ പെടൂല. നദറ ബഅദുഹും ഇലാ ബഅദിൽ ആരിഫീൻ, ആരിഫീങ്ങളിൽപ്പെട്ട ചിലരെ ഒരാൾ നോക്കി. വഹുവ യുസല്ലി ബികമാലിൽ അദബി, നല്ല അതബോടുകൂടി സമ്പൂർണമായ അതബോടുകൂടി നിസ്കരിക്കുന്നു. ഇത്മാമി മിൻ ഇത്മാമിർ റുകൂഇ വസ്സുജൂദ് എല്ലാം പൂർത്തിയായി ചെയ്യുന്നുണ്ട്. വഗൈരി ദാലിക മിനസ് സുനനി വൽ മുസ്തഹബ്ബാത്ത്. അപ്പൊ എല്ലാ അഹബത്തും എടുത്തുകൊണ്ടിട്ട് എന്താക്കുന്നത്? അഹബത്തും പറവും രണ്ടും രണ്ടാന്നേ. ഫസ്തഹ്സന ദാലിക മിൻ, ഇത് കണ്ടപ്പോൾ വളരെ ഭംഗിയായി തോന്നി. വാതാലൻ നദർ, അങ്ങനെ ദീർഘമായിട്ട് നോക്കി. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞേ ലാ യഗുറക തൂലു ഖിയാമി വലാ കമാലു റുകൂഇ വസുജൂദി, എൻ്റെ നീണ്ട നൃത്തവും എൻ്റെ റുകൂഇൻ്റെ കമാലും സുജൂദിൻ്റെ കമാലും വഞ്ചിക്കല്ലേ. എന്തുകൊണ്ട്? ഇതിനാകാണ് ഉഷാറായി ചെയ്ത ആളായിരുന്നു ഇബ്ലീസ് എന്നാണ്. ഫഇന്ന ഇബ്ലീസ അബദല്ലാഹ 80,000 സന, 80,000 കൊല്ലം ഇബാദത്തെടുത്തവനാണ് ഇബ്ലീസ്. വമാ അഫാദഹു ദാലിക, പക്ഷെ 80,000 കൊല്ലത്തെ ഇബാദത്തും ഫലിച്ചില്ല. വസാറ ഇലാ മാ സാറ, ആയത്ത് കണ്ടില്ലേ എന്തായിരുന്നു? മിനൽ ഖസിയി വൽ ലഅനതി വശഖാവത്തിൽ മുഅബ്ബദ, കാലാകാലമുള്ള ശക്കാവത്തും ലഅനത്തും ബാധിച്ചില്ലേ? എന്താണത്? വദാലിക, സംഭവം അന്നഹു കാന ജാലിസൻ അലാ സജ്ജാദത്തിഹി ഫീ ഇബാദത്തി, ഇബാദത്തിൽ കഴിഞ്ഞുകൊണ്ടിട്ട് അവൻ്റെ മുസല്ലയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആര്? ഇബ്ലീസ്. ഫനൂദിയ, അപ്പം വിളിച്ചു പറയപ്പെട്ട് അൻ ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ, ഇറങ്ങിപ്പോടാ, നീ റജീമാണ്, ഖിയാമത്ത് നാൾ വരെയും നിന്റെ മേൽ ലഅനത്തുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. മുസല്ലയിൽ നിൽക്കുന്നത്. നഊദു ബില്ലാഹി മിൻ മക്രിഹി വഗളബിഹി ആമീൻ. എന്നിട്ട് പറയുന്നത് ഖാല സയ്യിദുൽ ഇമാം അഹ്മദ് ബിൻ ഇദ്രീസ് നഫഅനല്ലാഹു തആല, നമുക്കറിയാം അഹ്മദ് ബിൻ ഇദ്രീസ് അൽ ഖൗഫി എന്ന് പറഞ്ഞു, ഉമറുൽ അർഖാന ശൈഖിന്റെ ശൈഖ്. ഖിസ്സത്തു ആദമ വ ഇബ്ലീസ, കേട്ടോ, ഇബ്ലീസും ആദം അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു കിസ്സയില്ലേ, അത് അദ്ദബല്ലാഹു ബിഹൽ അകാബിർ, വലിയ വലിയ ആളുകൾ അല്ലാഹു തആല അദബ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫഇന്ന ഇബ്ലീസ അബദല്ലാഹ സുബ്ഹാനഹു വ തആല മുദ്ദത്തി ഉംരി ദുനിയ അദ്ആഫ മുളാഅഫതൻ, ദുനിയാവിൻ്റെ കാലാവധി ഉണ്ടല്ലോ അതിൽ എത്രയോ ഇരട്ടിക്കാലം അള്ളാഹ് ഇബാദത്ത് എടുത്തോറ്റനാണ് ആര്? ഇബ്ലീസ്. സുമ്മ ഉഖ്രിജ മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, പിന്നെന്തായി? നൂറിൽ നിന്ന് ളുലുമാത്തിലേക്കാണ് അവരെ പുറത്തടിച്ചത്. വമിനൽ ഖുർബി ഇലൽ ബുഅദി, അള്ളാഹിന്റെ ഖുർബിൽ നിന്ന് ബുഅദിലേക്ക് അവനെ പുറത്താക്കി. എന്താ? ബിസബബി അദമി സജദത്തിൻ വാഹിദ, ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത കാരണത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വസബബു അദമി സുജൂദിഹി, സുജൂദ് ചെയ്യാത്ത കാരണം എന്താണെന്നറിയോ? അപ്പോൾ ഇസ്തിഖാലുഹു ബിഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്ത കാര്യങ്ങളെ കൊണ്ടോ ശുഗലായി.
എന്താ ഷുഗല്? ലിഅന്നഹു കാന സബത ഇൻദൽ മലായികതി അന്ന വാഹിദൻ മിൻഹും ലാ യസ്ജുദു. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാള് സുജൂദ് ചെയ്യൂല എന്നൊരു പരസ്യം. അപ്പൊ ഇവൻ എന്താ മനസ്സിലാക്കുന്നത്? ഓനായിരിക്കും ഇവന്റെ തടി കണക്കൂട്ടില്ല. അത് ആരാ സുജൂദ് ചെയ്യാത്ത ഒഴിഞ്ഞ മാറുന്ന ആള്? ഓനായിരിക്കും ഇവന്റെ സുഖലിതാ. ഇവൻ സ്വന്തമാകുന്നില്ല. ഫകുല്ലു വാഹിദിൻ മിൻഹും ഇൻദ അംരില്ലാഹി തആല ബിസ്സുജൂദി ബാദറ ഇലൈഹി. സുജൂദ് കൊണ്ടുള്ള കൽപ്പന വരവോടുകൂടി എന്താ എല്ലാവരും സുജൂദ് ചെയ്തു. ഖശിയത അന്നകാന ഹുവല്ലദീ ലം യസ്ജുദു മിൻഹു. ആ കൂട്ടത്തിൽ നിന്ന് സുജൂദ് ചെയ്യാത്തവൻ ഞാനായി പോകണ്ടെന്ന് കരുതിയിട്ട് ഓരോരുത്തരും സുജൂദിൽ വീണു. ഇബ്ലീസോ ലം യബാദിലുള്ള സുജൂദ്, ആരാ ചെയ്യാത്ത ആളെ പരത്തി നടക്കല് വേണം. ആ കൂട്ടത്തിൽ നിന്ന് സുജൂദ് ചെയ്യാത്ത ആളെ പരത്തി പിടിക്കാണ് ഇവൻ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹ് അല്ലാത്തത് കൊണ്ട് ശൂലായപ്പോ കാനഹുവ അവൻ അങ്ങനെയായി. അന്ന് മുതൽ മലായികത്തിന് ഭയങ്കര പേടിയാണ്. അതുപോലെ അമ്പിയാക്കൾക്കും പേടിയാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇബ്ലീസിന് സംഭവിച്ചല്ലോ. രണ്ട് മലക്കുകൾ, മുഖറബായ രണ്ട് മലക്ക് ജിബ്രീൽ മീകാൽ അലൈഹിമുസ്സലാത്തു വസ്സലാം കരയാൻ തുടങ്ങി. അവർക്ക് അല്ലാഹു തആല വഹയി അറിയിക്കുന്നു, മാ ലകുമാ തബ്കിയാൻ, എന്താ ജിബ്രീൽ, എന്താ മീകായിൽ നിങ്ങൾ കരയുന്നത്? ഖാല യാ റബ്ബി മാ നഅ്മനു മക്റക, നിന്റെ ശിക്ഷയെ പറ്റി നാം നിർഭയരാകുന്നില്ല പടച്ചോനേ. ഫഖാല അല്ലാഹു തആല ഹകദാ കുന, അങ്ങനെ തന്നെ നിങ്ങൾ ജീവിച്ചോളൂ. അമ്നിൽ അവണ്ട ലാ തഅ്മന മക്റക, എൻ്റെ ശിക്ഷയെ പറ്റി നിങ്ങളൊന്നും നിർഭയരാകരുതേ. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. മൗഇലത്ത്, ഒരു ഉപദേശം. ഫീ ഖിസ്സത്തി ബൽആം ഇബ്നു ബഅൂറ വബർസീസ, രണ്ടാളുണ്ട്. അതാരാണ്? അൽ ആബിദ്. ബർസീസ വലിയ ആബിദായിരുന്നു, ബൽആം ഇബ്നു ബഅൂറ വലിയ മൊയിലാറുമായിരുന്നു. ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ഉലുൽ അൽബാബിന്റെ പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഫൽ അവ്വലു, ആരാണ്? ബൽആം, ഒന്നാമത്തെ ആള്. അബദല്ലാഹ 400 കൊല്ലം ഇബാദത്ത് എടുത്ത ആളാണ് ബൽആം. സുമ്മ മക്കറല്ലാഹു ബിഹി, പിന്നെ അള്ളാഹിന്റെ ശിക്ഷയിൽ കുടുങ്ങി. എന്നാ മൂസാ അലൈഹിസ്സലാമിനെതിരെ തിരിഞ്ഞപ്പോ ശത്രുക്കളെ വിത്ത് പണം കൊണ്ടാന്നിട്ട് മൂസാ നബിക്കെതിരെ ദ്വാരക്കാൻ പറഞ്ഞു. തീക്കൊള്ളിയോണ്ട് തലറിയാൻ പറ്റൂല, ഒന്നും ചെയ്യൂല. പെണ്ണും കമ്മ ലാഹിലങ്ങ് പറഞ്ഞപ്പോ പൈസ എന്തിന് കളയുന്നു? ഒന്ന് അഭിനയിച്ചാൽ നിങ്ങൾ മനസ്സോണ്ടൊന്നും കൊടുക്കണ്ട, ആ കിട്ടുന്ന കളയണ്ടല്ല. പറയാൻ തുടങ്ങിയതോടുകൂടി നാവ് അതിലേക്ക് പിതുങ്ങി. പിന്നെ സൂര്യാരാധനയിലേക്കാണ് തിരിഞ്ഞു പോയത്. വസ്താനി, രണ്ടാമത്തെ ആളാരാ? ബർസീസ. അബദല്ലാഹു 100 കൊല്ലം ഇബാദത്തെടുത്ത്. ഫാർസലൈഹി മലിക്കു സമാനിഹി ഇബ്നതഹു യദ്ഉ ലഹ, അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച രാജാവ് എന്താക്കി ഇബ്നത്തിനെ അയച്ച് ദ്വാരക്കാൻ പഠിച്ചു. ഫഖാൽ, ഇബ്ലീസ് പറഞ്ഞു, ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയം നമുക്ക് പാതിരാക്കാൻ, ഇപ്പം ദ്വാരക്കാൻ പറ്റൂല. എന്തൊക്കെ ലൈല, രാത്രി ആളെ കൂടെ വിട്ടെ. ഫലമ്മ ജാഅൽ ലൈലു വസ്വസ, രാത്രി ആയപ്പോൾ വസ്വാസാക്കി ഹത്താ സനാബിഹ. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഉഖ്തുൽഹ, പെണ്ണിനെ കൊല്ലണം. വഇല്ലാ ഫളഹതക ബൈനന്നാ, ജനങ്ങളുടെ ഇടയിൽ എന്താക്കൂ, പെണ്ണ് നിങ്ങളെ വഷളാക്കി കളയുന്നു. ഫഖതലഹ, അങ്ങനെ പെണ്ണിനെ കൊന്ന്. ഫഅഖബറ ഇബ്ലീസുൽ മലിക, രാജാവിൻ്റെ അടുത്ത് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങളെ മോള അയാൾ കൊന്നിട്ടുണ്ട്. ഫഅമറ ബിസുൽബിഹി, അങ്ങനെ എന്താക്കി അറിയോ, തൂക്കിലേറ്റാൻ വേണ്ടി കൽപ്പിച്ചു. ഫജാ, ഇബ്ലീസ് വന്ന. ഫഖാല മാ ഫഅല ഹാദാ ബിക, ഇതാരാ നിങ്ങൾക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചത്? കാല അന്ത, നീ തന്നെ അല്ലേ? കാല ഫമൻ യുഖല്ലിസുക, നിന്നെ ആര് രക്ഷപ്പെടുത്തും? കാല അന്ത, നീ രക്ഷപ്പെടുത്തണമെന്ന്. അതിനോട് ഇബ്ലീസിനുണ്ട്. എന്നാ ഒരു സുജൂദ് എനിക്ക് തന്നെ. ഫഖാല ഫസ്ജുദ് ലീ സജ്ദതൻ, അങ്ങനെ ഫസജദ ലഹു ബിൽ ഇശാറ,
ഇഷാറത്തുണ്ട്, കാരണം തോക്കിലേറ്റില്ലല്ലോ, ശരിയായ ഹഖീഖത്ത് നടത്തുകയില്ല. ഫമാത കാഫിറൻ വൽഇയാദു ബില്ലാഹ് ആമീൻ. ദക്കറ ദാലിക ഫീ നിസ്ഹത്തിൽ മജാലിസ്. ഇത് കിതാബിൻ്റെ പേരാണ്. 3 കൊല്ലം പണ്ടുണ്ടാകല്. ഇപ്പം എത്രയാണെന്ന് നല്ല കിതാബാണ്. അവലവനർക്ക ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു അത് ഈ ഭാരതം ഉപയോഗിക്കും. അത് കോപ്പി കിട്ടുന്നുണ്ടോ? അത് പഴയതായാലും നമുക്ക് വായിക്കാമല്ലോ. അതിനൊരു കഷ്ടമുള്ള ആള് ചൂണ്ട പിടിക്കുന്നുണ്ട് അവിടെ. ചായ ഇനി പറയാൻ പോകുന്നത് തറവാട്ട് മഹിമ. അനുപ്പ വലിയാളായിരുന്നു, അനുപ്പ കാനുണ്ടായിരുന്നു. എന്നാൽ നീക്കി ഇവരൊക്കെ തയമൊന്നും ഉണ്ടാവില്ല. അനുപ്പാക്ക് 12 ആനുണ്ട്, അവിടെ മക്കളുടെ കുട്ടിക്ക് തയമുണ്ടാവും. അതുകൊണ്ടൊന്നും ചതിക്കപ്പെടേണ്ടെന്നാ ഉറൂർ. കുടുംബ മഹിമയും പറഞ്ഞിട്ട് ഇഖ്തിറാറും വേണ്ട. ഫൗജാക്കളെ വേരും പറഞ്ഞിട്ട് നമ്മുടെ സംഘടന ഏതാവും ഇങ്ങനത്തെ ആളാന്ന് പറഞ്ഞാൽ നീക്കാൻ പുരോഗതിയൊന്നും ഉണ്ടാവില്ല. ثبت في الصحيحين أنه قام رسول الله صلى الله عليه وسلم തങ്ങൾ നിന്ന് حين أنزل الله عليه وأنذر عشيرتك الأقربين. തങ്ങൾ അക്രബീങ്ങളായ അശീറത്തിൻ്റെ കുടുംബക്കാർ അവരെ താക്കീത് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫഖാല തങ്ങൾ പറഞ്ഞു, യാ മാശറ ഖുറൈശ്. എന്താ ആദ്യം ആമ പറയും, പിന്നെ ഖാസ പറയും. ഖുറൈശികളെ, ഇഷ്തറു അൻഫുസകും മിനല്ലാഹ്. അള്ളാഹിൻ്റെ വാക്കൽ നിങ്ങളുടെ നഫ്സിനെ നിങ്ങളെന്താക്കണം, വിലക്കുമാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അമൽ ചെയ്തിട്ട് മോചിപ്പിക്കണം. ലാ ഉനിയൻകും മിനല്ലാഹി ശൈആ. അള്ളാഹിൻ്റെ അദാബിനെ തൊട്ട് ഞാനോ ഒരു ഇനിയും ചെയ്യൂല എന്ന് പറഞ്ഞു. യാ ബനി അബ്ദി മനാഫ്. അതെന്താ, ഖുറൈശിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടിറങ്ങി. അബ്ദു മനാഫിൻ്റെ കുടുംബമേ, ലാ ഉനി അൻകും മിനല്ലാഹി ശൈആ. അവിടെ ഇനിയും ഇറങ്ങിയിരുന്നു. യാ അബ്ബാസ് അമ്മ റസൂലില്ല, റസൂലുള്ളാഹിന്റെ അമ്മല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ലാ ഉനി അൻക മിനല്ലാഹി ശൈആ. വയാ സഫിയ്യത്തു അമ്മത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അമ്മത്ത് പനവങ്ങം അബ്ദുൽ മുത്തലിബിന്റെ മോളല്ല. ലാ ഉനി അൻകി മിനല്ലാഹി ശൈആ. യാ ഫാത്തിമ. ബന്ധം കുറച്ചും കൂടെ ഖാസാക്കി. ബിൻത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലീനി മിൻ മാലി മാ ശിഅതി. എന്നോട് പൈസക്കത്തിന് ചോദിച്ചാൽ എനിക്കുള്ളത് തരാം. ലാ ഉനി അൻകി മിനല്ലാഹി ശൈആ. അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം മിൻ ഹദീസ് അബീ ഹുറൈറ. ഇനിയോ ഇതെനിക്ക് ഒരു വ്യാഖ്യാനമാണ് പറഞ്ഞത്. വഖാല സയ്യിദുൽ ഇമാം ശൈഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. എത്ര വലിയ മർത്തബിൻ്റെ ആളിപ്പോൾ ഇതല്ല. കൊല്ലനെ വിളിച്ചിട്ട് കളിയാക്കും. ഇവരെന്ത് ഇസ്ലാമാ പറയുന്നു? എന്തോ ഒരു മാർഗം. വകൈഫ യഗ്തറു അഹദുൻ ബിനസബിൻ. നസബ് പറഞ്ഞിട്ട് ഒരാളെങ്ങനെ പണ്ഡിതനാവുക? ഇതിനേക്കാണ് വലിയ നസബ് ലോകത്തിലില്ലല്ലോ. എങ്ങനത്തെ നസബ്? മുജറദൻ അനി തഖ്വ. തഖ്വ ഇല്ലാത്ത വെറും നസബ്. തഖ്വയോട് കൂടിയ നസബിന്റെ ഫലമുണ്ട്. ഔ യഅ്തമിദു അലൈഹി, അല്ലെങ്കിൽ അതിന്മേൽ ഇഅ്തിമാദും ചെയ്ത് എങ്ങനെ ഇരിക്കും. ബഅദ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞില്ല, യാ ഫാത്തിമ ബിൻത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹിന്റെ പടപ്പിൽ ഇതിനേക്കാണ് വലിയ നസബ് ഉള്ളത്. ലാ ഉനി അൻക മിനല്ലാഹി ശൈആ. അൽ ഹദീസ് സഹീഹ്. വഫീഹി, അതിലുണ്ടല്ലോ, യാ ബനി അബ്ദുൽ മുത്തലിബ് വയാ ഫുലാൻ മിൻ ഖറാബത്തി അലൈഹി സ്വലാത്തു വസ്സലാം. തങ്ങളുടെ കുടുംബക്കാരെന്ന് വിളിച്ചത്. യഅമ്മു സുമ്മ യഖുസ്സു. ആദ്യം അമ്മ പറഞ്ഞു, പിന്നീട് ഖാസും പറഞ്ഞു. വഖാല റളിയല്ലാഹു അൻഹു ഫീ കിതാബില്ലാഹിൽ അസീസ്. അല്ലാഹുവിന്റെ കിതാബിലുണ്ട് മാ യദുല്ലു അലാ അന്ന അഹ്ലൽ ബൈത്തി. അഹ്ലുൽ ബൈത്തിന്റെ അവസ്ഥ എന്താ? യതദാഅഫു ലഹുമുസ് സവാബു അലൽ ഹസനാത്ത്. ഹസനാത്ത് ചെയ്താൽ ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ്. അവിടെ എന്തുണ്ട്? നസബിന് പുറപ്പ് കൂടി.
അതേ അവസരത്തിൽ ഇഖാബ് അല സയ്യാത്ത്, സയ്യാത്തിനുള്ള ഇഖാബും ഇരട്ടിയാകും. എന്താണ് നിരുപാധികം വിട്ടുകൊടുക്കലല്ല. വദാലിക എന്താണത്? യാ നിസാഅൻ നബിയ്യി മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന യുളാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ. കണ്ടില്ലേ? ആരെങ്കിലും കൊണ്ടുവന്നാൽ കൊണ്ടുവരും എന്ന് അല്ല, ഒരു തക്ദീരിയായിട്ട് പറയണമല്ലോ. അദാബ് ഇരട്ടിയാണ്. മറ്റേതെന്ത് പറഞ്ഞാന്ന് നിങ്ങളെങ്ങാനും തഖ്വ ചെയ്തെങ്കിൽ നിങ്ങളെപ്പോലത്തെ ആളെ വേറെ കാണൂല. വൽ ആയത്തുല്ലത്തി ബഅദഹ, അതിന് ശേഷമുള്ള ആയത്ത് നോക്ക്. വനിസാഉഹു മിൻ അഹ്ലി ബൈത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തങ്ങളുടെ നിസാ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണല്ലോ. അഹ്ലുബൈത്തിലെ പല മാനിയിൽപ്പെട്ട ഒരു മാനിയാണ് അഹ്ലുബൈത്തിലെ നിസാ ഉൾപ്പെടെ. ഖാസായ അഹ്ലുബൈത്താണ് ഇത് ഫാത്തിമ ബീബി, അലിയാർ തങ്ങളുടെ ഉമ്മയും ഉപ്പയുമായി കൊണ്ടുള്ള പാരമ്പര്യം. കുറച്ചും കൂടെ മറ്റൊരു മാനിയാണ് ഇത് ഹാഷിം മുത്തലിബിന്റെ സന്താന പരമ്പര. അതിൽ നിന്ന് ഭാര്യമാർ വന്നിട്ടില്ല. ഭാര്യമാർ ഉൾക്കൊള്ളുന്ന അഹ്ലുബൈത്തുണ്ട്. അപ്പം വമൻകാല ഔ ലന്ന, ആരും പറഞ്ഞ് അല്ലെങ്കിൽ വിചാരിച്ച അന്ന തർക്ക ത്വാഅത്തി വഫിഅലൽ മഅസി, ത്വാഅത്തിനെ ഒഴിവാക്കി മഅസിയത്ത് ചെയ്താലൊക്കെ ലാ യദുറു ഹദ, നമ്മ തങ്ങ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. അതാ ഇന്നുകൊണ്ട് അല്ലി ഷറഫ് നസബിഹി, നസബിന് ഷറഫുണ്ട്. ഔ സലാഹി ആബായിൽ, ഉപ്പ നല്ലാടാന്ന് പറഞ്ഞിട്ട് ഫഖദ് ഇഫ്തറ അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു. വഖാലഫ ഇജ്മാഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇജ്മാഇനെ അവൻ ഖണ്ഡിച്ചിരിക്കുകയാണ്. ഇലാ ആഖിരി മാ ഖാല ഫിൽ ഫുസൂലിൽ ഇൽമിയ്യ, അത് എന്താ തങ്ങളെ അവർ സ്വന്തം കിതാബല്ല, ഓരോ വായു മൊഴികൾ എന്താക്കുക എഴുതി ഉണ്ടാക്കിയിട്ട് കിതാബാക്കി. وقال سيد الإمام أحمد بن علوي باحثا جمل الليل نفعنا الله به ورضي الله عنه في كتاب ذخيرة الخير. വേറെ ചരിത്രം ഞാൻ ഓതിയിട്ടുണ്ടമ്മോ? ദഖീറത്തുൽ ഖൈർ കിതാബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറന്നുപോയാ? കുറച്ച് മറിച്ച് നോക്കിയൊക്കെ. 1200 ശേഷം ജനിച്ച് 300 ശേഷം ജനിച്ചാൽ അവലേക്ക് മാറിപ്പെട്ട് ഇത്ര വേഗം മറന്നാൽ എങ്ങനെയാണ്? കുറച്ച് പേരും കൂടെ മറിക്കുക. 76 74 75 അതാ. وكان سيدنا شهاب الدين أحمد بن علوي باحثا جمل الليل السيد الشريف العلامة المحدث المسند مفتي الشافعية بمدينة الرسول صلى الله عليه وسلم وتوفي سنة 1116 هجري. മുന്തോളം കഴിഞ്ഞിട്ട് 900 കൊല്ലത്തിന് ശേഷം വലിയുണ്ടായി. അത് വെക്കുമ്പോൾ ഇനിയും കയറിയതുമില്ല. من اعتقد أنه صلى الله عليه وسلم هذا القدح المعلى والحظ الأوفر من معرفة حق الربوبية والقيام بما استحقه من المهابة والاحترام. ഒരാളെ എത്തിക്കാത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ ഖിദ്ഹ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പദവി പറയാനില്ല. അത് തങ്ങൾ ഒരുമിച്ച് കൂട്ടി. അള്ളാഹുവിൻ്റെ മാരിഫത്തിനാലും അതുപോലെ റുബൂബിയ്യത്തിൻ്റെ ഹക്കും അതുകൊണ്ട് നിലനിൽക്കേണ്ടതെല്ലാം തങ്ങൾ അറിഞ്ഞു. ലം യകുൻ ലദൈഹി ഇഖ്തിറാറുൻ അലാ നസബിൻ വലാ തഅവീലുൻ അലാ ഖറാബത്തിൻ അസ്ലാം. അങ്ങനെ ഒരാൾ ഇത്തിഖാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരാൾക്ക് എന്താവില്ല, ഇഖ്തിറാർ വരില്ല. കാരണം തങ്ങളെക്കാൾ വലിയൊരാളില്ല. ആ തങ്ങളെ മോളോടാ പറയുന്നെന്തെന്ന് നീ ചെയ്യേണ്ട കാര്യം ചെയ്തോളണോ, എൻ്റെ പേരും പറഞ്ഞിട്ട് വരണ്ട. അതിനെക്കാണാൻ വലിയ ആളെപ്പറ്റി ആരാ പറയാ? ഒരു തരത്തിലുള്ള ഇഖ്തിറാറും വരൂല. മനയത്തക്കതാനാ ഇത്തക്കത് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയല്ലേ.
والاقترار على ذلك إنما نشأ من كمال الجهل بمقدار النبي صلى الله عليه وسلم. തങ്ങളുടെ മിഖ്ദാറിനെ പറ്റി അറിയാത്തത് കൊണ്ടുള്ള ജഹലിന്റെ കമാല് കൊണ്ടാണ് ഈ ഉറൂറാകുന്നത്. അതുപോലെ വൈലമി മർത്തബത്തിഹി, തങ്ങളുടെ മർത്തബത്തിന്റെ വലിപ്പവും, വമിൻ ഫറത്തിൽ ബലാദത്തി വൽ ഖബാവത്തി, ബുദ്ധിശൂന്യത ബലാദത്തിന്റെ കടുപ്പം കൊണ്ടാണ്. അതുകൊണ്ട് വദാലിക ലിഅന്നഹു ലാ നിസ്ബത ബൈന മഖാമി സയ്യിദത്തി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലതി ഫിദ്ദത്തു കബിദിഹി ത്വാഹിറ, തങ്ങളുടെ കരളിന്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ ബീബിന്റെ പദവി കണ്ടാ, വമഖാമിർ റബ്ബി അസ്സ വജല്ല ഇൻദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനുള്ള പദവി ചേർത്ത് വെക്കിയാൽ ഫാത്തിമ ബീബി കുറെ ഡൗണായി. പക്ഷേ നസബിന്റെ രൂപത്തിൽ തങ്ങളെ മോളാണ്. അപ്പൊ മൗല ഇഷ്ടപ്പെടുന്നതിനെന്താക്കും, തങ്ങൾ ഇഷ്ടപ്പെടും. മൗലാനെ വെറുപ്പിക്കുന്ന കാര്യം തങ്ങൾക്ക് വെറുപ്പാണ്. തങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ മക്കളിൽ നിന്ന് വന്നാലും ശരി, ഫാത്തിമ ബീബി കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ ഒന്ന് മാത്രമല്ല, അനിഷ്ടകരമായ കാര്യം വന്നാൽ തങ്ങളുടെ മഹബത്ത് ഊരപ്പെട്ടു പോകാൻ അത് കാരണമായി മാറുന്നു. തങ്ങളിലേക്ക് ചേർത്തിട്ട് അള്ളാഹുവാണ് ഏറ്റവും വലുത്. ആ അള്ളാഹിനെ വെറുപ്പിച്ചാൽ എന്താകും? പിന്നെ തങ്ങളോടുള്ള സ്നേഹം എന്നൂടെ പറയാനില്ല. وفي انصرافه صلى الله عليه وسلم وعدم ممالاته لمن لم يمتثل ما جاء به من الله عز وجل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടിഞ്ഞു മാറും, മുബാലാത്ത് ഉണ്ടാവൂല. ആർക്ക്? അല്ലാഹു തആലാന്റെ പക്കൽ നിന്ന് തങ്ങൾ കൊണ്ടുവന്ന ഒന്നിനനുസരിക്കാത്തവരോട് തങ്ങളെ മുബാലാത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ അബൂലഹബിനെ മൂത്താപ്പയിൽ ശരിക്കും പറഞ്ഞാല് ഇനാക്കാണ് വലിയ ഹലിവൈത്തുണ്ടാവോ? വൈകാന അഹസ്താക്കാലി ബിഹി, കണ്ട അകാലിബിൽ നിന്ന് അഹസ്തായാലും ശരി, വാഷ്ഫഖഹും വറആഹും അക്ബറു ഷാഹിദിൻ എന്ന ഇൻസിറാഫിഹി എന്ന് പറഞ്ഞതിന്റെ ഖബർ മുബ്തദാ മുഅഖറാണ്. ഇത് അക്ബറു ഷാഹിദിൻ അലാ ദാലിക, മനസ്സിലായില്ല? തങ്ങളെ അള്ളാന്റെ പക്കൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാര്യം അനുസരിക്കാത്തവരോട് തങ്ങൾക്ക് മുവാലാത്ത് ഇല്ല എന്നതിന് അക്ബർ ഷാഹിദാണ്. അബൂലഹബിനെ നോക്കിയാൽ മതി. ഇപ്പൊ അതെ, അല്ലെങ്കിലോ വിശ്വസിച്ചിരുന്നെങ്കിൽ ഹംസത്ത് റളിയല്ലാഹു ഒപ്പരിക്കണ്ടാണല്ലേ. ഇനി മറ്റുള്ള നസബയിൽപ്പെട്ട ഒരാൾ എങ്ങനെ വിചാരിക്കും? അള്ളാന്റെ ഹുറുമാത്ത് പറിച്ചു കീറിയാൽ, അള്ളാഹുവിന്റെ മുഖാലഫത്തിനും കുറ്റകൃത്യത്തിനും അയാളെന്താക്കി? ജീവിച്ചു. തങ്ങളുടെ അടുക്കൽ ഇവനിക്ക് പദവിയുണ്ട് എന്നിങ്ങനെ പറയും. അതേ അവസരത്തിൽ അനുസരിക്കുന്നതിനൊക്കെ പദവി ഉണ്ടാക്കുകയും ചെയ്യും. ഈ പോയത്തക്കാരൻ വിചാരിക്കുന്നു അന്നഹു അഅ്ദമു ഹുർമത്തൻ മിനല്ലാഹി ഇൻദ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അടുക്കൽ അള്ളാഹിനെക്കാണ് ഹുർമത്താന്ന് ഇവരോട് കാണിക്കലെന്ന്. അള്ളാഹ്ക്കെതിരായാൽ നബിക്കെതിരെ. കല്ലാ വല്ലാഹി ഫമൻ യതഖദ്ദ ദാലിക യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമത്തു വൽ ഇയാദു ബില്ലാഹ്, അങ്ങനെ എങ്ങാനും വിചാരിച്ചു പോയെങ്കിൽ സൂഉൽ ഖാതിമത്ത് പേടിച്ചൊന്നാ പറഞ്ഞു. ومن كلام سيدنا الحسن المثنى رضي الله عنه, ഹസൻ മുസന്ന ഒന്നാമത്തെ ഹസൻ ആരുണ്ട്? അലിയാർ തങ്ങളുടെ നേരെ മോൻ ഫാത്തിമ ബീബിയുടെ മുൻ ഹസൻ ഹുസൈൻ, കൊച്ചിങ്ങോട്ട ഹസനുൽ മുസന്ന, നഫീസത്ത് ബീബിന്റെ ഉപ്പയിൽപ്പെട്ടത്. ഫാത്തിമ ബീബിക്ക് മൂന്നാമത്തെ പേരക്കുട്ടി എന്നല്ലേ പറഞ്ഞു. പേരമകളുടെ മൂന്നാമത്തെ പേരമകളാകും ഈ ബീബി നഫീസത്തെ. ഹസന്റെ ഇപ്പം അടുത്ത പേരക്കുട്ടി ആരാണ്? ഹസനുൽ മുസന്ന, നഫീസത്ത് ബീബിന്റെ ഉപ്പ.
അതെ അതെ. ഇന്നി അഖാഫു അൻ യുദാഅഫ ലിൽ ആസി മിന്നൽ ഇഖാബുൽ യഖീൻ എന്ന് പറയും. അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ സയ്യിദാണ്. ഓരോ പറയുന്നത് നമ്മളെ മക്കളിൽ നിന്ന് മേശത്തുണ്ടായാൽ ഇരട്ടിയാകുമെന്ന് നമ്മൾ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ നിസാ അൻ നബിയ്യ് നിസായിനെയാണ് വിളിച്ചതെങ്കിലും അഹ്ലു ബൈത്തിൽ ആമല്ലേ ഉദ്ദേശിക്കുന്നു. ഫവല്ലാഹി ഇന്നി ലഅർജു അൻ യുഅത്തൽ മുഹ്സിനു മിൻ അജ്റഹു മർറത്തൈൻ. ഇഹ്സാൻ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫഉലിമ മിമ്മാ തഖദ്ദമ, ഈ പറഞ്ഞതിൽ അറിഞ്ഞ അന്നഹു യംബഗി ലി അഹ്ലിൽ ബൈത്തി, അഹ്ലുൽ ബൈത്തിന് പാടില്ലാത്തതാണ് എന്താ അത്യാവശ്യം അല്ലാ യഗ്തറൂ, അവർ വഞ്ചിതരാവാതിരിക്കൽ. എന്തുകൊണ്ട്? ബിമാ ഖസ്സഹുമുല്ലാഹു തആല മിനൽ ഫദ്ലി വശ്ശറഫി, ഫദ്ലിനാലും ഷറഫിനാലും അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായി കൊടുത്തത് കൊണ്ടെന്താക്കാൻ പാടില്ല, വഞ്ചിതരാവണ്ട. വഅല്ലാ യഅ്തമിദു അലാ ദാലിക, അമലെല്ലാം ഒഴിവാക്കി അതിൻ്റെ മോൾ തന്നെ ഇഅ്തിഖാദ് ചെയ്തിരിക്കണ്ട. ബൽ യുസാരിഊന ഇലൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്ക് മുന്നേറണം. വയജ്തഹിദൂന ഫിൽ അഅമാലി സ്വാലിഹാത്തിലേക്ക് എന്താക്കണം, നന്നോട് അധ്വാനിക്കണം. കസലഫിഹിം ത്വാഹിരീന റളിയല്ലാഹു അൻഹും വറല്ലാഹും അന്നാ അജ്മഈൻ. ലസ്നാ വഇൻ ഹിസാബുനാ കറുമത് ദൗമൻ അലൽ അഹ്സാബി നത്തകിലു നബ്നി കമാ കാനത് അവൈലുനാ തബ്നി വനഫഅൽ മിസ്ല മാ ഫഅലൂ. ലസ്നാ, നമ്മൾ അല്ല, വൈൻ ഹസാബുനാ കറുമത്ത്, നമ്മളെ പദവി വല്ലാതെ എഴുതിയിട്ടുണ്ട്. എന്നാലും യൗമൻ നത്തകിലു അലൽ ഹസാബ്, ഈ ഹസാബിൻ്റെ മേലെ എത്തിമാദം ചെയ്തിരിക്കുന്നവരല്ല. നമുക്കന്ന് തന്ന പദവി വലിയ പദവിയാണ്, എന്നാൽ അതിന് നമ്മൾ എത്തിക്കാതെ. അപ്പോൾ ലസ്നാന്റെ ഖബറാണ് ഇത്, നത്തകിലു യൗമൻ അലൽ ഹസാബ്. എന്നിട്ട് പറയുന്നു നബ്നി കമാ കാനത് അവൈലുനാ തബ്നി, അതാ നമ്മളെ മുൻകഴിഞ്ഞ ആളുകൾ എന്തൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ടോ അതും നമ്മൾ കെട്ടിപ്പടുക്കും. വനഫഅലു മിസ്ല മാ ഫഅലു, അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുകയും ചെയ്യും. വഖാല ആഖിറു, വേറെ ചിലർ പറഞ്ഞെന്താ, വഹുവൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളാ പറഞ്ഞത്, ثم لا تغتر بالنسب لا ولا تقنع بكان أبي واتبع في الهدي خير نبي أحمد الهادي إلى السنن. ثم لا تغتر بالنسب, നസബം പറഞ്ഞിട്ട് നീ ചതിയിൽ പെട്ടുപോണ്ട. ലാ പഴണ്ടാന്ന് തൗക്കീദ്, ലാ തഗ്തറ ലാ വലാ തഖ്നഅ ബികാന അബി, എൻ്റെ ഉപ്പ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടണ്ടാന്ന്. കാനാബീൻ്റെ ഖബർ വഴി പറയും, കാനാബി കഥ കഥ, എൻ്റെ ഉപ്പ ഇന്നാളായിരുന്നു അലിമായിരുന്നു അത് പറഞ്ഞിട്ട് പൊരുത്തപ്പെടണ്ട. നബിമാരുടെ കൂട്ടത്തിൽ ഖൈറിനെ നിങ്ങൾ പിൻപറ്റിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് അൽ ഹാദി ഇല സുനൻ. വഖാല റളിയല്ലാഹു അൻഹു വഇയ്യാക മിൻ ഖൗലിൽ ജഹൂലി അനാ وأنت دوني في فضل وفي حسبي. وإياك, നീ സൂക്ഷിച്ചു കൊള്ളണം, മിൻ ഖൗലിൽ ജഹൂലി, വലിയ ജാഹിൽ പറയുന്ന വാക്കിനെ തൊട്ട്. എന്താ പറയാ, അന വഅന്ത ദൂനി ഫി ഫضലി വഫി ഹസബി, ഫضലിലും ഹസബിലും നീ താണവനാണ്, ഞാനാ മുന്തിയത് എന്ന് ജഹൂല് പറയും. അത് നീ ഒഴിവാക്ക്. എന്തുകൊണ്ട്? ഫഖദ് തഅഖറ അഖ്വാമുൻ വമാ ഖസദു നൈലൽ മകാരിമി വസ്തഗ്നൗ ബികാന അബി. അതാ ഒരു കൂട്ടർ പിന്തിപ്പോയി, അവർ മക്കാരിമ് കിട്ടാൻ വേണ്ടി അധ്വാനിച്ചില്ല. എന്നിട്ടോ കാന അബി പറഞ്ഞിട്ട് ഇരിക്കുന്നു. എൻ്റെ ഉപ്പ ഇന്നതാണ്, ഉപ്പാക്ക് 12 ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇരിക്കുന്നു. അതാണ് തീർന്നു. ഖൗഫ് റജാ.